സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 അടുത്തതായി പ്രഭാഷണമാണ്. ശ്രീ മനോജ് കുറൂർ അവതരിപ്പിക്കുന്ന നളചരിതം 3-ാം ദിവസത്തിൻ്റെ കാണാപ്പുറങ്ങൾ. നളഹൃദയവും ബാഹുകഹൃദയവും ദമയന്തി ഹൃദയവും എല്ലാം കേട്ട നമുക്ക് പുതിയ ചില ആശയങ്ങൾ കൂടി ശ്രീ മനോജിൽ നിന്നും ശ്രവിക്കാം. സ്വാഗതം. നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം ഓരോ നളചരിത അവതരണത്തിന് മുമ്പും ഇതുവരെ നടത്തിയിട്ടുണ്ട്. 1-ാം ദിവസത്തിൻ്റെ മുമ്പായിട്ട് കഥയുടെ കാണാപ്പുറങ്ങൾ എന്നൊരു വിഷയം പുതിയതായിട്ട് അങ്ങനെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1-ാം ദിവസത്തിൻ്റെ മുമ്പ് ഏറ്റുമാനൂർ കണ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ കണ്ണൻ പരമേശ്വരനാണ് ചെയ്തത്. 2-ാം ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ KB രാജാനന്ദൻ പ്രഭാഷണം നടത്തി. ഇന്ന് നമുക്ക് 3-ാം ദിവസം കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ മനോജ് കുറൂരാണ്. മനോജിനെ പറ്റി പല വിധത്തിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കവിയാണ്, നോവലിസ്റ്റാണ്, കോളമിസ്റ്റാണ്, നിരൂപകനാണ്, സർവോപരി ഒരു നല്ല മലയാളം അധ്യാപകനാണ്. ഇതൊന്നും വിശേഷം നമുക്ക് ഇതിലൊന്നും അല്ലാണ്ട് പെടുന്ന ഒരു കാര്യമാണ് കഥകളി സംബന്ധമായിട്ടുള്ള സമയത്ത് കഥകളി ക്ലബിൻ്റെയും വേദിയിൽ പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കുറൂർ വാസുദേവൻ നമ്പൂതിരി, അതായത് ഞാൻ കഥകളി കണ്ടു തുടങ്ങുന്ന കാലത്തെ കലാനിലയം ട്രൂപ്പിലെ താടിവേഷക്കാരനായിരുന്നു. അതിനുശേഷവും നമ്മുടെ അരങ്ങുകളിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കുറുപ്പാശാൻ്റെ അനുസ്മരണം ആദ്യമായിട്ട് നടത്തിയ വർഷം കുറൂർ വാസുദേവൻ പങ്കെടുക്കുന്ന ഒരു ബാലിവിജയം കഥയാണ് അന്ന് നടത്തിയത്. പിന്നീട് ഒരു അവസരത്തിൽ കൂടി അദ്ദേഹത്തെ നമുക്ക് ഇവിടെ വന്ന് ആദരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മഹാനുഭാവൻ്റെ മുമ്പിലും നമുക്ക് നമസ്കരിക്കണം. കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുറൂർ വാസുദേവൻ മിടുക്കൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ ചെണ്ടവാദകൻ, അദ്ദേഹവും നമ്മുടെ ക്ലബ്ബുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ആളാണ്. അവരെ കൂടി പറയാതെ മനോജിനെ പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല മനോജ് നല്ലൊരു വാദ്യ കലാകാരനും കൂടിയാണ്. ഒരുപാട് നല്ല വിശദമായിട്ട് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. ഈ താളമേള ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 25 കൊല്ലം മുമ്പ് ഞാൻ കേട്ടൊരു തൃത്താള കേശവൻ എന്നൊരു എന്താ വൈറലായ എന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം ഒരു കൃതിയുണ്ട്. അത് ആ കാലത്ത് പിന്നീടും പലപ്പോഴും വളരെ ഗംഭീരമായിട്ട് ആലപിച്ച് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജാനന്ദനെ പോലെയുള്ളവർ ചെല്ലുമ്പോൾ ആ താളത്തിൻ്റെ ഇതിൽ പാടി ഇങ്ങോട്ട് മനോജും അതിൻ്റെ ഒരു ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ അതും കൂടി പറഞ്ഞുകൊണ്ട് മനോജിനെ വളരെ സ്നേഹത്തോടു കൂടി പ്രഭാഷണത്തിൽ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ തുടർച്ചയായിട്ട് പരിപാടികൾ നടന്നു വരുന്ന ഈ വേദിയിൽ ഒരു തരത്തിൽ ഇത്രയേറെ ഗഹനമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് സത്യത്തിലൊരു വലിയ വെല്ലുവിളിയാണ്. അതേ സമയത്ത് തന്നെ അത് ഒരു തരത്തിൽ ആനന്ദകരമായ ഒരു സംഗതിയുമാണ്. സത്യത്തിൽ ഞാൻ കഥകളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വേദിയിൽ സംസാരിച്ചിട്ട് എത്രയോ കാലമായി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. സാഹിത്യ രംഗത്ത് കൂടുതൽ വ്യാപരിക്കാൻ തുടങ്ങിയത് പിന്നെ കലകളുമായിട്ടുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ടും വിട്ടുപോകുക എന്ന് പറയുന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതിൽ രമേശൻ നമ്പീശൻ
നിരന്തരം വിളിച്ചിട്ട് നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പല മാസങ്ങളിലായി വിളിക്കുന്നു. തീർച്ചയായിട്ടും അനിയേട്ടനുണ്ട്, എനിക്ക് അത്രയേറെ വേണ്ടപ്പെട്ട ആളാണ് മംഗലശ്ശേരി അനിയേട്ടൻ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് വാസ്തവത്തിൽ ഈ ഇരിങ്ങാലക്കുടയിൽ വീണ്ടും കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി സംസാരിക്കാൻ കാരണമായത് എന്നുള്ളത് പ്രത്യേകം പറയാനുണ്ട്. അനിയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കലാനിലയവുമായിട്ട്, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയവുമായിട്ട് എൻ്റെ മുത്തച്ഛൻ്റെ കാലം മുതൽ തുടങ്ങുന്ന ബന്ധമാണ്. അദ്ദേഹമുണ്ട്, അച്ഛനുണ്ട്, ഞാനും ഇവിടെ ഈ ക്ലബ്ബിൽ വിളിക്കുന്ന സമയത്തൊക്കെ നിവൃത്തിയുണ്ടെങ്കിൽ ഏത് പരിപാടിക്കും വരാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ ഒരു സ്നേഹവും ബഹുമാനവും അങ്ങനെ ആത്മബന്ധവും അങ്ങനെ പല സംഗതികൾ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയവുമായിട്ടും ഈ കഥകളി ക്ലബ്ബുമായിട്ടുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്നുകൂടി സ്വയം ഓർത്തുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തിലേക്ക് കടക്കുക. അത് രമേശ് നമ്പീശനൊരു ചെറിയ എന്താ പറയട്ടെ, ഒരു ക്രൂരത കൂടി കാണിച്ചു. കാരണം വെച്ചാൽ നളയരുന്ന 3-ാം ദിവസത്തെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം അറിയാലോ, ഒഴിഞ്ഞു മാറാനാണ് പരമാവധി ശ്രമിച്ചത്. രമേശൻ സമ്മതിച്ചില്ല, നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഇതിനേക്കാൾ പരിഭ്രമിപ്പിക്കുന്ന ഒരു സംഗതി കണ്ടത്. നളയരുന്ന 3-ാം ദിവസത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്നാണ്. കണ്ടതൊന്നും പറയാൻ പറ്റില്ല ഇനി. ഇതിൻ്റെ കാണാപ്പുറങ്ങൾ ഏതൊക്കെയാണെന്ന് ഉള്ള ഒരു വലിയ പ്രശ്നത്തിന് മുമ്പിൽ എന്നെ ഇങ്ങനെ നിർത്തുകയാണ് കൊണ്ടുപോയിട്ട്. ഒരു പകച്ചു നിൽക്കുന്ന പോലെ ഞാനിങ്ങനെ അതിന് മുന്നിൽ ഈ നളയരത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 3-ാം ദിവസത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തിന് മുമ്പിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന അവസ്ഥ വാസ്തവത്തിലുണ്ടായി എന്നുള്ളത് സത്യസന്ധമായ ഒരു അനുഭവമാണ്. നളയരതം 3-ാം ദിവസം എങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ചില സൂചനകൾ പറയുന്നു എന്നല്ലാതെ ഈ മൗലികമായ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത മറ്റെന്തെങ്കിലും കാഴ്ചയിലൂടെ നളയരത്തിനെ കാണാൻ ഉള്ള പ്രേരണയോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ചില സാധ്യതകൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൂചനകളിലേക്ക് മറ്റ് ആമുഖങ്ങളൊന്നും ഇല്ലാതെ കടക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വാസ്തവത്തിലൊരു കഥ എന്തിനാണ് പറയുന്നത്? നളയരത് നമുക്കറിയാം, കഥകളിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു കഥയാണ്, നളോപാഖ്യാനം. മഹാഭാരതത്തിലെ നളോപാഖ്യാനം ആണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വേർഷൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ അതിനുശേഷം ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം വരുന്നുണ്ട്, നളോദയം തുടങ്ങിയിട്ടുള്ള നിരവധി കാവ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ തന്നെ നളകഥകൾ പലതും ഉണ്ടാകുന്നുണ്ട്. ഈ നളയരുതം കൂടാതെ വേറെ പല ആഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുഞ്ചനമ്പ്യാരുടെ നളയരുതം തുള്ളൽ ഉൾപ്പെടെ ഉള്ള നിരവധി കഥകൾ കേരളത്തിൽ തന്നെ, മലയാളത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഈ ആഖ്യാന വൈവിധ്യത്തിനകത്ത് നിന്നിട്ടാണ് നമുക്ക് പലപ്പോഴും ഈ കഥയെ സമീപിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു കഥ എന്തിനാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ കഥയുടെ ധർമ്മം എന്താണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ആദ്യം തന്നെ ചോദിക്കേണ്ടി വരികയാണ്. അത് നമുക്ക് വളരെ കലയുടെ ഒരു ഭാഷയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക്സിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ലാവണ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കഥയ്ക്ക് കഥയുടേതായിട്ടുള്ളൊരു കലയുണ്ട്, ഒരാർട്ടുണ്ട്. അത് എപ്പോഴും ഒരു കഥ നമ്മൾ കേൾക്കുന്നത് അടുത്തതെന്ത് എന്ന ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അടുത്തതെന്ത്, എന്നിട്ടോ എന്ന് ചോദിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് വായിക്കുന്ന ആളുടെ ചോദ്യമാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ ചോദ്യമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റു, എന്നിട്ടെന്താ, പല്ല് തേച്ചു, കുളിച്ചു, ആഹാരം കഴിച്ചു, ജോലിക്ക് പോയി, എന്നിട്ടോ തിരിച്ചു വന്നു, കിടന്നുറങ്ങി, എന്നിട്ടോ ഒന്നുമില്ല, എന്നിട്ട് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് വീണ്ടും. ഇങ്ങനെ പറഞ്ഞാൽ അതൊരിക്കലും കഥയാവില്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ കഥയിൽ എപ്പോഴും സംഘർഷങ്ങൾ വേണം, കലയിൽ സംഘർഷങ്ങൾ വേണം. സംഘർഷമാണ് വാസ്തവത്തിൽ കലയുടെ ചൈതന്യം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പലതരത്തിലുള്ള സംഘർഷങ്ങളാണ്. ആരോഹണം ഉണ്ടെങ്കിൽ അവരോഹണം ഉണ്ടാകും. ഫോമിൽ തന്നെ ഉണ്ട് ഈ സംഘർഷങ്ങൾ, കാലപരിണാമത്തിലുണ്ട് ഈ സംഘർഷങ്ങൾ. 1-ാം കാലത്തിൽ നിന്ന് അടുത്ത കാലത്തിലേക്ക്, 2-ാം കാലത്തിലേക്ക്, 3-ാം കാലത്തിലേക്ക്, 4-ാം കാലത്തിലേക്ക് അങ്ങനെ സഞ്ചരിക്കുന്ന ആ സഞ്ചാരഭേദങ്ങളിൽ അല്ലെങ്കിൽ ആ കാലഭേദങ്ങളിലുണ്ട് സംഘർഷം. ഇത്തരത്തിലുള്ള നിരവധി സംഘർഷങ്ങളാണ് വാസ്തവത്തിൽ കലയുടെ തന്നെ ചൈതന്യമായി തീരുന്നത്. ഏത് കലയിലും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാവും. ഒരു സംഘർഷവും ഇല്ലെങ്കിൽ അത് കലയാവില്ല, ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നളചരിതത്തിൽ ആണെങ്കിൽ ഈ സംഘർഷങ്ങളുടെ ഒരു വലിയ പ്രളയമാണ്. ആ രീതിയിൽ നമുക്ക് ഒരു കഥ കേൾക്കുന്ന ഒരാളെ തൃപ്തിപ്പെടുത്താൻ പാകത്തിനുള്ള നിരവധി സംഗതികൾ എന്തായാലും നളചരിതത്തിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിനപ്പുറം ഈ കഥയ്ക്ക് എന്തെങ്കിലും ധർമ്മമുണ്ടോ എന്നുള്ളതാണ്
നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യം. ഇതിന് നമുക്ക് നളചരിതത്തിൻ്റെ ഒരു പ്രാഥമികമായ അല്ലെങ്കിൽ വളരെ പ്രാചീനമായ ഒരു 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 ആഖ്യാന പരിസരത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതായത് നമുക്കറിയാം, നളചരിത കഥ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊരു വൈദികമായ സംസ്കാരത്തിൻ്റെ, വൈദികമായ യജ്ഞ സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള കഥയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതിൽ കാണുന്ന ദേവന്മാർ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ തുടങ്ങിയിട്ടുള്ള ദിക്പാലകന്മാരെന്നൊക്കെ പിന്നീട് അറിയപ്പെടുന്ന വൈദിക സംസ്കാരത്തെ സംബന്ധിച്ച്, വേദ കൃതികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരാണ് ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ തുടങ്ങിയവരൊക്കെ. അവരൊക്കെയാണ് നളചരിതത്തിലെ ദേവന്മാരായിട്ട് വരുന്നത്. ഉണ്ണായി വാര്യരുടെ കൃതിയിൽ അദ്ദേഹം ശാർങ്കി, പിനാകി, പദാർച്ചനശീലനൊക്കെ ആവുന്നുണ്ട്. മാത്രമല്ല, ഉരക ആഭരണൻ എന്നിൽ ഒരു കാരുണ്യമുണ്ടെങ്കിൽ നരകാതി ഭയമില്ലെന്നറിയുക എന്നുള്ളിടത്ത് അദ്ദേഹം ശിവഭക്തനായിട്ട് വരുന്നുണ്ട്. നിനക്കില്ലേ വിഷ്ണുഭക്തി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണുഭക്തിയും ശിവഭക്തിയും ഒക്കെ നളചരിതത്തിൽ വരുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ പ്രാചീനമായ നളകഥയിൽ ശിവനും വിഷ്ണുവൊന്നും അല്ല ഉള്ളത്. പകരം ഈ ഇന്ദ്രാദി ദേവന്മാരാണ്. ഈ ദേവന്മാരെന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നം നമുക്ക് ഈ നളചരിതം കാണുമ്പോൾ അല്ലെങ്കിൽ ആ കൃതി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നർത്ഥം. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നീട് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ഈ കഥയുടെ ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ധർമ്മങ്ങളിലൊന്ന്, ഇന്ത്യയിൽ കഥ നിർവഹിച്ചിട്ടുള്ള ധർമ്മങ്ങളിലൊന്ന് വിശദീകരിക്കുന്നത് മീമാംസയാണ്. മീമാംസ ദർശനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൂർവ്വമീമാംസ, വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രണ്ട് ദർശനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ട് തരത്തിലുള്ള ദർശനങ്ങൾ ഇന്ത്യയിൽ വികസിച്ച് വരുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഒന്ന് പൂർവ്വമീമാംസ, മറ്റേത് ഉത്തരമീമാംസ. പൂർവ്വമീമാംസ പറയുമ്പോൾ കർമ്മത്തിനാണ് പ്രാധാന്യം, ധർമ്മത്തിനാണ് പ്രാധാന്യം. വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മം എന്ന് ആണ് പൂർവ്വമീമാംസയുടെ ആചാര്യനായ ജൈമിനി അദ്ദേഹത്തിൻ്റെ ജൈമിനീയ സൂത്രങ്ങളിൽ പറയുന്നത്. ചോദനാലക്ഷണോർത്ഥോ ധർമ്മം, ചോദനാലക്ഷണോർത്ഥോ ധർമ്മ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ ചോദന എന്നുള്ളത് വൈദികമായ വിധികൾക്കാണ്. അല്ല നമ്മൾ ഇന്ന് പറയുന്ന ചോദന ഇമ്പൾസ് എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. പകരം വിധികളാണ്, നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, ഒരു കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. വിധി പ്രത്യയങ്ങൾ, വിധിലിംഗ് എന്ന് നമ്മൾ പറയുന്ന, സംസ്കൃതത്തിൽ ആ രീതിയിൽ പറയുന്ന യജേത തുടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങളിലൂടെ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. സ്വർഗകാമോ യജേത, സ്വർഗം ലഭിക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തെ കാമിക്കുന്നയാൾ യാഗം ചെയ്യണം എന്ന് ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിധി ഭാഗങ്ങൾ ഈ വേദങ്ങളിലുണ്ട്. കൂടാതെ ധാരാളം കഥകളും വേദങ്ങളിൽ തന്നെയുണ്ട്. വേദങ്ങളിലുണ്ട്, ബ്രാഹ്മണങ്ങളിലുണ്ട്, ഉപനിഷത്തുകളിലുണ്ട്. ഇവിടെയൊക്കെ ധാരാളം കഥകളുണ്ട്. അപ്പോൾ ഈ കഥകളുടെ ധർമ്മം എന്താണ്? ഈ വൈദികമായ വിധികളുടെ പ്രശംസയാണ്, അല്ലെങ്കിൽ അവയുടെ പ്രാധാന്യം ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഈ മറ്റ് കഥകളുടെ ധർമ്മം എന്നാണ് ജൈമിനിയും അദ്ദേഹത്തിൻ്റെ പിൽക്കാല വ്യാഖ്യാതാക്കളായിട്ടുള്ള ശബരസ്വാമി അല്ലെങ്കിൽ കുമാരലഭട്ടൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മീമാംസകർ പറയുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അർത്ഥവാദം എന്നാണ് അതിന് ഈ ഇത്തരത്തിലുള്ള കഥകൾക്ക് പറയുക. അതായത് വേദത്തിൽ പറഞ്ഞിട്ടുള്ള വിധികൾക്ക് അനുസൃതമായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, യജ്ഞ സംസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാവുന്നത് എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നളചരിതത്തെ നമുക്ക് എങ്ങനെയാണ് ഈ യജ്ഞ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ ഈ യജ്ഞം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വേറൊരു അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടി വരും. കാരണം വെച്ചാൽ പഞ്ചമഹായജ്ഞങ്ങൾ എന്നുള്ളത് ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടാണ് സാധാരണ പറയാറുള്ളത്. അത് ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, അതുപോലെ ദേവയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം. നൃയജ്ഞം വെച്ചാൽ മനുഷ്യയജ്ഞം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ, അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ഹോമോ ദൈവോ ബലിർഭൗതോ നൃയജ്ഞ അതിഥിപൂജനം, ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വേദാധ്യാപനമാണ് ബ്രഹ്മയജ്ഞം, അതേപോലെ തർപ്പണം പോലെയുള്ള സംഗതികളാണ് പിതൃയജ്ഞം, ഹോമം തുടങ്ങിയിട്ടുള്ള സംഗതികൾ ദേവയജ്ഞമാകുന്നു, ബലി തുടങ്ങിയിട്ടുള്ളവ ഭൂതയജ്ഞമാകുന്നു. പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നത് പോലും ഒരു തരം യജ്ഞമാണ്. അതേപോലെ തന്നെ നൃയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം, അത് അതിഥി പൂജനമാണ്, അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളതാണ് ആ ഒരു യജ്ഞം. ഇതേപോലെ തന്നെ ദൈനംദിന ജീവിതത്തെ തന്നെ യജ്ഞമായി കാണുന്ന മറ്റൊരു സങ്കല്പനം കൂടിയുണ്ട്, ഋണത്രയ സിദ്ധാന്തം എന്ന് പറയും. നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കും. ദേവന്മാരോടും ഋഷിമാരോടും അതേപോലെ പിതൃക്കളോടുമുള്ള കടങ്ങളോടുകൂടി, ഋണങ്ങളോടുകൂടിയാണ് ഒരാൾ ജനിക്കുന്നത്. അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കടം വീട്ടുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ ഋണങ്ങൾ,
വീട്ടുക എന്നുള്ളതാണ് ഒരാളുടെ ധർമ്മം. ഇത് പ്രാചീനമായൊരു ജീവിത ദർശനമാണ്, വൈദിക സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിത ദർശനമാണ്. ഈ ഒരു ദർശനത്തിൻ്റെ ഭാഗമായി തന്നെ പറയാൻ പറ്റുന്ന ഒരു കഥയാണ് വാസ്തവത്തിൽ നളചരിതം. പക്ഷെ നമുക്ക് ഇന്ന് അതത്ര എന്താ പറയുക, അത്ര കൺവിൻസിങ് ആവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഈ കർമ്മം എത്രത്തോളം ശുദ്ധമായി ചെയ്യണം എന്നുള്ള അതിൻ്റെ ആ പ്രാധാന്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ തരത്തിലുള്ളൊരു അർത്ഥവാദമാണ് വാസ്തവത്തിൽ നളചരിതം കഥയിൽ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളത് നമുക്കറിയാം. ഇതിൽ മഹാഭാരതത്തിൽ തന്നെ എന്താണ് ഈ നളൻ്റെ ജീവിതത്തെ ഒരു ട്രാജഡി ആക്കാൻ അല്ലെങ്കിൽ ദുരിതമയമാക്കാൻ ഇടയായ പ്രധാനപ്പെട്ട കാരണം നമുക്ക് അറിയാലോ. ഈ ഗ്രീക്ക് ട്രാജഡികളിൽ, ഗ്രീക്ക് ദുരന്ത നാടകങ്ങളിൽ അതിന് ഹാമേർഷ്യ എന്ന് പറയും. അതായത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു നായകൻ ഒരു ചെറിയ ദോഷം ഉണ്ടാവും, ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നൊരു സംഭവം. ആ ഫ്ലോയാണ് അദ്ദേഹത്തെ വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുക. ബാക്കി എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ്, പക്ഷേ ഒരു ചെറിയ ദോഷം ഉണ്ടാവും. ആ ദോഷം കാരണം അയാൾ വലിയ ദുരന്തത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതാണ് സാധാരണ ഗ്രീക്ക് ദുരന്ത നാടകങ്ങളിൽ കാണുന്ന ട്രാജിക് ഫ്ലോയുടെ അല്ലെങ്കിൽ ഹാമേർഷ്യ എന്ന് പറയുന്നൊരു സംഗതിയുടെ പ്രാധാന്യം. അത് നമുക്ക് അറിയാം, എല്ലാവർക്കും പരിചിതമായ കാര്യമാണെന്ന് എനിക്കറിയാം. ഏതായാലും അത്തരത്തിലുള്ളൊരു ട്രാജിക് ഫ്ലോ തീർച്ചയായിട്ടും നളചരിതത്തിലുണ്ട്. അത് മഹാഭാരതം നോക്കിയാൽ അത്തരത്തിലൊരു ദുരന്ത കാരണമായിട്ട് തോന്നുന്നു. നമുക്ക് ഇന്ന് നോക്കിയാൽ ഒരു തമാശയായിട്ട് തോന്നും. കൃത്വാ മൂത്രമുപസ്പൃശ്യ സന്ധ്യാമന്വാസ്ത നൈഷധ അകൃത്വാ പാദയോ ശൗചം തത്രയിനം കലിരാവിശത് എന്നാണ്. അതിന് കുഞ്ഞുകുട്ടനമ്പുരാൻ കൊടുക്കുന്ന തർജ്ജിമ, മൂത്രം വീഴ്ത്തി കാൽ കഴുകാതെ ആചമിച്ചിട്ട് നൈഷധൻ ചെയ്തു സന്ധ്യാവന്ദനം അങ്ങ് അവനിൽ കയറിനാൻ കലി. ഈ മൂത്രം വീഴ്ത്തിയിട്ട് കാൽ കഴുകാതെ ആചമിച്ചതാണ് നളൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ വീഴ്ച. അപ്പോഴാണ് കലി അദ്ദേഹത്തിൽ ആവേശിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ആചാര ലംഘനമാണ്, ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു ആചാര ലംഘനമാണ് നളനെ സംബന്ധിച്ചൊരു ദുരന്ത കാരണമായി തീരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈദിക സംസ്കാരത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു വലിയ സംഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ദുരന്തത്തിന് കാരണമായിട്ട് മാറുന്നത്. ഇത്തരത്തിൽ ഈ മൂത്രം വീഴ്ത്തി കാല് കഴുകാതെ ആചമിച്ച് സന്ധ്യാവന്ദനം കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ ആലോചിച്ചാൽ സത്യത്തിൽ എന്താ പറയുക, ഇത്ര വലിയ ദുരന്തങ്ങൾ ഇദ്ദേഹം അർഹിച്ചിരുന്നോ എന്നൊരു നമുക്കൊരു സംശയം അത് ഇന്നത്തെ കാലത്തെ തോന്നുള്ളൂ. അന്നത്തെ കാലത്ത് ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം വെച്ചാൽ ഈ ധർമ്മം പരിപാലിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായി കരുതിയിരുന്നത്. ആ രീതിയിലുള്ളൊരു മീമാംസാ ദർശനത്തിൻ്റെ ഒരു വലിയ ശക്തമായ സാന്നിധ്യം ഇന്ത്യൻ ജീവിതത്തിൽ തന്നെ, ഇന്ത്യയുടെ നിരവധി പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ധാരാളം പ്രദേശങ്ങളിൽ ഈ മീമാംസയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യവും യജ്ഞസംസ്കാരത്തിനുണ്ടായിരുന്ന പ്രാധാന്യവും കാളിദാസ കൃതികൾക്കുണ്ടായിരുന്ന പ്രാധാന്യവും ഒക്കെ തന്നെ അതാണ് വിളിച്ച് അറിയിക്കുന്നത്. നമുക്കത് വലിയ വിപുലമായൊരു വിഷയമാണ്, തൽക്കാലം അതിലേക്ക് കിടക്കുന്നില്ല. അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവിടെ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന, നളകഥയെ കുറേ കൂടി സങ്കീർണമാക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതിലെ പ്രതിനായക സ്ഥാനത്ത് വരുന്ന ഒരു പ്രധാനിയുടെ പേര് നോക്കിയാൽ കലി ആണ്. നമുക്കറിയാം നളചരിതത്തിൻ്റെ കാലം കൃതയുഗമോ ത്രേതായുഗമോ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ എന്തായാലും ത്രേതായുഗത്തിന് ഇപ്പുറത്തേക്ക് പോരില്ല. ശ്രീരാമൻ ത്രേതായുഗത്തിലാണല്ലോ. ശ്രീരാമൻ്റെ 10 തലമുറ മുമ്പാണ് ഋതുപർണൻ്റെ കാലം. ഒരു ഉദാഹരണം ഞാനത് സൂചിപ്പിക്കാം. ഋതുപർണന് ശേഷം അയുതായുസിൻ്റെ പുത്രനാണ് ഋതുപർണൻ. ഋതുപർണന് ശേഷം 10 തലമുറ സർവകാമൻ, സുദാസൻ, മിത്രസഖൻ, അശ്മകൻ, മൂലകൻ, ഖട്വാങ്കൻ, അതിന് തുടർച്ചയായിട്ടാണ് ദിലീപൻ വരുന്നത്. ദിലീപൻ, രഘു, അജൻ, ദശരഥൻ, രാമൻ എന്നിങ്ങനെ രാമന് 10 തലമുറ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഋതുപർണൻ. അതായത് രാമായണത്തിലെ നായകനായിട്ടുള്ള രാമനേക്കാളും 10 തലമുറ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഋതുപർണൻ. ഋതുപർണൻ്റെ സമകാലികനാണ് നളൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ത്രേതായുഗത്തിന് ഇപ്പുറത്തേക്കല്ല ഈ കാലം. അവിടെയാണ് ഇങ്ങനൊരു കഥാപാത്രം, കലിയും ദ്വാപരനും പിന്നീട് വരുന്ന 2 യുഗങ്ങളാണ്. ഈ 2 യുഗനായകരാണ് ഇവിടെ പ്രതിനായക കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ളൊരു വല്ലാത്ത ഉത്കണ്ഠ. നമുക്കറിയാം ഇന്ത്യൻ കാലദർശനത്തിലൊരു സവിശേഷതയുണ്ട്. അത് അമൂർത്തമായ കേവലമായ ഒരു കാലത്തെ അല്ല സങ്കല്പിക്കുന്നത്. അതിന് പകരം അതിനെ ധാർമ്മികതയുമായി, എത്തിക്സുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിനും സത്യത്തിനും ആദ്യത്തെ യുഗമായിട്ടുള്ള സത്യയുഗത്തിൽ അല്ലെങ്കിൽ കൃതയുഗത്തിൽ 4 പാദങ്ങളുകൊണ്ട് പൂർണ്ണമാണ്. അതിനുശേഷം ഓരോ പാദം വീതം 4-1 വീതം കുറഞ്ഞു വരും ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ സാന്നിധ്യം. അങ്ങനെ കുറഞ്ഞ് കലിയുഗത്തിൽ വരുമ്പോൾ അതിൽ ഒരു പാദം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ പിന്നീട് വരാനിരിക്കുന്ന 2 കാലങ്ങളാണ്
കലിയുഗവും ദ്വാപരയുഗവും. ഈ രണ്ട് യുഗങ്ങളുടെ പ്രതീകങ്ങളായിട്ടുള്ള യുഗനാഥന്മാരാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിനായക സ്ഥാനത്ത് വരുന്നത്, നളചരിതത്തിൻ്റെ പ്രതിനായക സ്ഥാനത്ത് വരുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഈ നളചരിതം വായിക്കുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, എന്താണ് ഈ നളന് ഇങ്ങനെ സംഭവിച്ചൊരു ദുരന്തം, ഈ ദുരന്തത്തിന് എന്താണ് കാരണം എന്നുള്ളത്. കലി ബാധിക്കാനുള്ള കാരണം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞൊരു കാരണമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് നമ്മളെ അത് അധികം സ്പർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താണ് അതിനൊരു കാരണം എന്നുള്ളൊരു വലിയ ഉത്കണ്ഠ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത് നളചരിതം 3-ാം ദിവസത്തിൽ ഈ ഉത്കണ്ഠയെ പെരുപ്പിക്കുന്ന കുറേയേറെ ഭാഗങ്ങളുണ്ട് താനും. അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. എന്നാലും ഇത്തരത്തിലുള്ളൊരു ഉത്കണ്ഠ നമുക്ക് തീർച്ചയായിട്ടും നളചരിതം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം. ഇപ്പോൾ മഹാഭാരതത്തിൽ തന്നെ ഈ നളകഥ വരുന്ന സന്ദർഭം, നളോപാഖ്യാനം വരുന്ന സന്ദർഭം നമുക്ക് പരിചിതമായിരിക്കും. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിരാതത്തിൻ്റെയും കഥകളിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ കിരാതത്തിൻ്റെയും കാലകവഹത്തിൻ്റെയും ഒക്കെ കാലമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ഭീമൻ ആ സമയത്ത് ഒരിക്കൽ ധർമ്മപുത്രരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അങ്ങ് ചെയ്ത തോന്നിവാസമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം. അങ്ങ് ദ്യൂതം, ആ ദ്യൂതദോഷേണ എന്ന് തന്നെയാണ് പറയുന്നത്. ഭവതോ ദ്യൂതദോഷേണ സർവേ വയം ഉപപ്ലുത അഹീന പൗരുഷാ ബാല ബലിഭിർ ബലവത്തരാ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. എന്നിട്ട് ഭീമൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്ഷാത്രം ധർമ്മം മഹാരാജ ത്വം അവേക്ഷിതും അർഹസി നഹി ധർമ്മോ മഹാരാജ ക്ഷത്രിയസ്യ വനാശ്രയ. ക്ഷത്രിയന്മാർ വനത്തിൽ താമസിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമല്ല, രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് ധർമ്മം. പക്ഷേ അങ്ങയുടെ ദ്യൂതദോഷം കാരണം വന്നു ഭവിച്ചിരിക്കുന്നത് നമ്മൾ വനത്തിൽ താമസിക്കേണ്ടി വരികയാണ്. ക്ഷത്രിയർക്ക് വനത്തിൽ താമസിക്കേണ്ടി വരികയാണ്. രാജ്യം ബലഹീനന്മാരായിട്ടുള്ള കൗശലക്കാരായിട്ടുള്ള വേറെ ചിലർക്ക് വിട്ടുകൊടുത്ത് നമുക്ക് കാട്ടിൽ താമസിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായമൊക്കെ ഭീമൻ ഉപദേശിക്കുന്നുണ്ട്. 13 ദിവസത്തെ 13 വർഷമായിട്ട് കണക്കാക്കാം എന്നാണ്. സംവത്സരം എന്ന് പറഞ്ഞാൽ അഹോരാത്രത്തെ സംവത്സരമായിട്ട് കണക്കാക്കാമെന്നൊരു മതം വൈദിക സമ്പ്രദായത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് പറയുകയാണ് 13 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 13 സംവത്സരം പൂർത്തിയായതായിട്ട് കണക്കാക്കുകയും നേരെ പോയി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്ന കാര്യവും അവരെ വധിക്കുന്ന കാര്യവും ഞാൻ ഏറ്റു എന്നാണ് ഭീമൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഭീമനെ പതിവ് പോലെ നമ്മൾ കഥകളിൽ കുറേയേറെ രംഗങ്ങളിൽ കണ്ടിട്ടുള്ളതുപോലെ അങ്ങനെയുള്ള ആ ഭീമനെ, എടുത്തിയാട്ടക്കാരനായ ഭീമനെ സമാധാനിപ്പിക്കുകയാണ് ധർമ്മപുത്രർ. പക്ഷേ ധർമ്മപുത്രർക്ക് ആ സമയത്തുണ്ടാകുന്ന വല്ലാത്തൊരു വിഷാദമുണ്ട്. ആ വിഷാദത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യനഷ്ടം, അർജുനൻ്റെ അഭാവം, ഭീമൻ്റെ കുറ്റപ്പെടുത്തൽ, വനവാസത്തിൻ്റെ കഷ്ടതകൾ ഇതെല്ലാം അനുഭവിക്കുന്നതുകൊണ്ട് എല്ലാ തരത്തിലും ദുഃഖിതനായി തീർന്ന ധർമ്മപുത്രർ പറയുകയാണ്, നമന്തോ ദുഃഖിതതര പുമാനസ്തീതി മേമതി എന്ന് അദ്ദേഹം ബൃഹദശ്വൻ എന്ന് പറയുന്നൊരു മുനിയോട് പറയുകയാണ്. ആ സമയത്താണ് ബൃഹദശ്വൻ എന്ന് പറയുന്നൊരു മഹർഷി അവിടെ എത്തുന്നത്. ഇപ്പോൾ പറയുകയാണ്, എന്നെക്കാൾ ദുഃഖിതനായിട്ട് വേറൊരു രാജാവില്ല എന്ന് ധർമ്മപുത്രർ പറയുകയാണ്. നമന്തോ ദുഃഖിതതര പുമാനസ്തീതി മേമതി എന്ന് പറയുകയാണ്. എന്നെക്കാൾ ദുഃഖിതനായിട്ടുള്ള വേറൊരു രാജാവ് ഈ രാജാവില്ല എന്ന് ധർമ്മപുത്രർ ഉറപ്പിച്ച് പറയുമ്പോൾ, അങ്ങനെ പറയാൻ വരട്ടെ, വേറൊരാളെ പറയാം. ഇതിനേക്കാൾ ദുഃഖിതനായിട്ട് ഒരാളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ആ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അറിയുന്നത് പോലെ നളോപാഖ്യാനമാണ്, നളൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. അപ്പോൾ തന്നെക്കാൾ ദുഃഖിതനായിട്ട് വേറൊരാളില്ല എന്ന് ധർമ്മപുത്രർ പറയുമ്പോൾ ധർമ്മപുത്രേക്കാൾ ദുഃഖിതനായിട്ടുള്ള ഒരാളുടെ കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ബൃഹദശ്വൻ. വാസ്തവത്തിൽ ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. വളരെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ബൃഹദശ്വൻ സ്വീകരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം, നമ്മൾ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്കെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങളെല്ലാം വന്നു ചേർന്നത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ദുരിതങ്ങൾ വന്നു ചേർന്നിട്ടുള്ള വേറൊരാളുടെ കഥ നമുക്ക് ആശ്വാസകരമായി തീരും എന്നുള്ളത് ഒരു മാനസികമായ അല്ലെങ്കിൽ പറഞ്ഞ മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ്. ആ ഒരു ധർമ്മമാണ്, മനഃശാസ്ത്രപരമായ ഒരു ധർമ്മമാണ് ഇവിടെ ബൃഹദശ്വൻ ഈ കഥ പറയുന്നതിലൂടെ നിറവേറ്റുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ ആ സംഗതിയിൽ നിന്ന് ഏതാണ്, മൂത്രം വീഴ്ത്തി കാൽ കഴുകാതെ ആചമിച്ചിട്ട് സന്ധ്യാവന്ദനം കഴിച്ച ആ ദോഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ വേറെ ചില പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത് ബൃഹദശ്വൻ ഈ രീതിയിൽ കഥ പറയുന്നത് കൊണ്ടാണ്. ഇത് നളചരിതം എത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒരു
കഥയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ചില സവിശേഷമായ സന്ദർഭങ്ങളാണ്. നളൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ മാത്രമല്ല, അവയെ നളദമയന്തിമാർ അഥവാ നായകനും നായികയും എങ്ങനെ മാനസികമായി നേരിടുന്നു എന്നൊരു സംഗതി കൂടി ഇവിടെ പ്രസക്തമാകുന്നു. മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തിൽ സംഭവങ്ങൾക്കാണ് പ്രാധാന്യം. അതേസമയത്ത് നളചരിതം ആട്ടക്കഥയിലാണെങ്കിൽ ഈ മനോവ്യാപാരങ്ങൾക്കും അതേപോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. നളചരിതത്തിലെ കഥാഗതിയിൽ തന്നെ നമുക്കറിയാം ധാരാളം സംഘർഷങ്ങളുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കഥയുടെ ഒരു സംഘർഷം, കലയിൽ അതിൻ്റെ ഒരു ധർമ്മം അല്ലെങ്കിൽ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനപ്പുറത്ത് നായികാനായകന്മാരുടെയും ഇതര കഥാപാത്രങ്ങളുടെയും മാനസികമായ സംഘർഷങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം മഹത്തായ നാടകീയ കാവ്യം ആയിത്തീരുന്നത്. ഇങ്ങനെ മനോവ്യാപാരങ്ങളിലൂടെ സംഘർഷം അവതരിപ്പിക്കുന്ന വിചാരപദങ്ങൾ നളചരിതത്തിൽ എത്രയുണ്ട് എന്നുള്ളത് കഥകളി കമ്പക്കാരെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യം തന്നെയില്ല. നളചരിതം ഒന്നാം ദിവസം തന്നെ ആദ്യത്തെ പദം കഴിഞ്ഞാൽ നാരദനും നളനും തമ്മിലുള്ള ആദ്യത്തെ രംഗം കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ വരുന്നത് കുണ്ടിനനായക എന്ന് തുടങ്ങുന്ന കുണ്ടിനനായക നന്ദിനിക്കുത്തൊരു എന്ന് തുടങ്ങുന്ന ആ വിചാരപദമാണ്. പിന്നീട് നിർജ്ജനം എന്നതേ ഉള്ളൂ എന്നുള്ള വേറൊരു വിചാരപദമാണ്. രണ്ടാം ദിവസത്തിലും ഇതേപോലെ ദമയന്തിയുടെ മാനസിക സംഘർഷങ്ങൾ ആവിഷ്കരിക്കുന്ന അലസതാവിലസിതം, അതേപോലെ തന്നെ കാട്ടാളൻ്റെ മനോഗതം അവതരിപ്പിക്കുന്ന ആരവമെന്തി തെറിയുന്നിതോ, അതുപോലെ ദമയന്തിയുടെ ഈശ്വരാനിഷധീശ്വര, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറേയേറെ പദങ്ങളുണ്ട്. ഈ ആരവമെന്തി തെറിയുന്നതോടെ കൂടെ തന്നെ പല വാഹസം ഗ്രസിക്കുന്നു ചരണവും കാരണം ഇങ്ങനെയുള്ള ആ ദമയന്തിയുടെ സ്വയം അത്തരത്തിലുള്ള വിലാപങ്ങൾ, കരുമനകൾ എന്ന് രണ്ടാം ദിവസത്തിൽ പറയുന്ന ആ സംഗതി, അത് തീർച്ചയായിട്ടും അറിയാമല്ലോ ഒരു ആത്മപ്രലാപമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ. അതുപോലെ ആരോടെൻ്റെ ഈശ്വരാനിഷധേശ്വര ഉണ്ട്. അതുപോലെ തന്നെ ആരോടെൻ്റെ സൗരക്കേടുകൾ ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാം ദിവസത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉത്തരഭാഗത്തിലെ പ്രധാനപ്പെട്ട പദം. മൂന്നാം ദിവസത്തിലാണെങ്കിൽ ആത്മഗതങ്ങളുടെ സോളിലോക്കി എന്ന് നമുക്ക് ഷേക്സ്പിയർ നാടകങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൽ എപ്പോഴും ഇത് വായിക്കുന്ന സമയത്ത് അമ്പരന്ന് പോവുക അത്ഭുതപ്പെടുന്നു പോവുകയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഷേക്സ്പിയറുടെ ഈ ഹാംലെറ്റിലെ ഈ സോളിലോക്കീസ് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ രീതിയിലുള്ള ഈ സംഭ്രമകരമായ വിഭ്രമകരമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോളിലോക്കികളാണ്, അത്തരത്തിലുള്ള ആത്മകഥകളാണ് നമുക്ക് നളചരിതത്തിൽ കാണാൻ പറ്റുക. ഷേക്സ്പിയർ ഞാൻ പറയാം, ഷേക്സ്പിയർ അത് വളരെ യാദൃശ്യമായിട്ട് വലിയ ആർട്ടിസ്റ്റുകൾ ഷേക്സ്പിയറെ അനുകരിക്കുകയോ അങ്ങനെയൊന്നുമല്ല, അതറിയാലോ, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഷേക്സ്പിയർ ഉണ്ണായി വാര്യർക്ക് മുമ്പാണ് എങ്കിൽ പോലും ഷേക്സ്പിയറെ നേരിട്ട് നമുക്കറിയില്ല ലോകത്തെ ഗതികൾ എങ്ങനെയൊക്കെയാണ് നടന്നിട്ടുണ്ടാവുക എന്നറിയില്ല. എന്തായാലും ഈ ആ ഒരു സ്പിരിറ്റ് ഓഫ് ദി ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു ആത്മാവിനെ തിരിച്ചറിയുന്നത് പോലെ നളചരിതത്തിലും ഇത്തരത്തിലുള്ള നിരവധി ആത്മകഥകൾ ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഏറെ പ്രാധാന്യമുള്ള സംഗതി. അപ്പോൾ നളചരിതം മൂന്നാം ദിവസത്തിലാണെങ്കിൽ ലോകപാലന്മാരെ, അതേപോലെ ഘോരവിപിനം, അതുപോലെ വിജനേപത, പിന്നെ മറിമാൻ കണ്ണി, പിന്നെ വാർഷ്ണയൻ്റെ ആരയ്യായി ബാഹുകൻ എന്നുള്ള ആത്മകഥം. നാലാം ദിവസത്തിലാണെങ്കിൽ ഉർവീശ്വര ചാപലം പെരുത എന്ന് പറഞ്ഞിട്ട് ഋതുപർണൻ്റെ ആത്മകഥം, അതേപോലെ നൈഷധനി വന്താൻ എന്ന് പറഞ്ഞിട്ട് ദമയന്തിയുടെ ആത്മകഥം. ഇങ്ങനെ ആത്മകഥകൾ ധാരാളമാണ് നളചരിതത്തിൽ ഉള്ളത്. ഇത് കൂടാതെ ഈ ശ്രോതാവ് ഉണ്ടെങ്കിലും കേൾക്കാനൊരാളുണ്ടാവും, ആ ആളുണ്ടെങ്കിൽ പോലും സ്വന്തം മനോനില വെളിവാക്കുന്നതിലും സ്വന്തം സംഘർഷങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അത്തരത്തിലുള്ള പദങ്ങളും നളചരിതത്തിൽ ചിലതുണ്ട്. ഇപ്പോൾ പുഷ്കരൻ്റെ അരികിൽ വന്ന് നിന്നതാര് എന്ത് അഭിമതം, അത് നമുക്ക് കലിയോട് പറയുന്ന വാക്കായിട്ടാണെങ്കിലും പുഷ്കരൻ്റെ മനോഗതം നമുക്ക് മനസ്സിലാവുന്നത്, അയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ആ പദത്തിലൂടെയാണ് നമുക്കറിയാം. അതേപോലെ എന്തുപോൽ ഞാനിന്ന് ചെയ്യുവേൻ, നളൻ്റെ കാട്ടിലെത്തിയതിന് ശേഷമുള്ള ആ പദം പറയേണ്ട കാര്യം തന്നെയില്ല. അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ. ഒരു നാളും നിരൂപിതമല്ലേ, ദമയന്തിയോടുള്ള പദങ്ങളാണ് ഇത് രണ്ടും. പിന്നെ ദമയന്തിയുടെ തന്നെ തീർന്നു സന്ദേഹമെല്ലാം തോഴിയോടാണ് പറയുന്നത്, തോഴിമാരോടാണ് പറയുന്നത്. മറ്റൊന്ന് സ്വൽപ്പപുണ്യായൻ, അതും തോഴിയോടാണ് അല്ലെങ്കിൽ തോഴിമാരോടാണ് പറയുന്നത് നമുക്കറിയാം. ഈ രീതിയിലുള്ള ഈ സ്വയം ഒരാളുടെ ചിന്തകൾ മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ആത്മകഥകൾ കൂടാതെ ഒരു സുഹൃത്തോ ഒക്കെ ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രത്തിൽ അല്ലെങ്കിൽ പത്നിയോ ഒക്കെ ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രത്തോട് പറയുന്ന തരത്തിലുള്ള ആത്മകഥകളും ധാരാളമാണ് നളചരിതത്തിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ മാനസിക സംഘർഷങ്ങളുടെ ഒരു കഥയാണ് വാസ്തവത്തിൽ നളചരിതം. നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവ നോക്കിയാൽ നായകനായ നളൻ്റെ മാനസിക സംഘർഷങ്ങളുടെ ആത്യന്തികതകൾ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങൾ നളചരിതം മൂന്നാം ദിവസത്തിലാണുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഞാനിപ്പോഴിവിടെ സൂചിപ്പിച്ച ലോകപാലന്മാരെ മുതൽ ലോകപാലന്മാരെ ഉണ്ട്, അതുപോലെ ഘോരവിപിനുണ്ട്, വിജനേപതയുണ്ട്, മറിമാങ്കണ്ണിയുണ്ട്, ആരയ്യായി ബാഹുകൻ ഉണ്ട്. ഇത്തരത്തിലുള്ള പദങ്ങൾ അതെല്ലാം വരുന്നത് നളചരിതം മൂന്നാം ദിവസത്തിലാണ്. അതിലെ ആ നളൻ്റെ ആത്മകഥകളുടെ പ്രാധാന്യം കഥകളി പ്രേമികളോട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ
ഈ ആത്മകഥങ്ങളുടെ ഒരു സവിശേഷത എന്താണ് എന്നുള്ളതാണ് ഈ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ആത്മകഥങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അത് തന്നെയാണ് സംബോധന ചെയ്യുന്നത്. ആരോടാണ് അത് സംസാരിക്കുന്നത്? ഒരു പദം ആണെങ്കിൽ ആ പദം കേൾക്കുന്നത് ആരാണ്? അയാൾ തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മം എന്ന് പറയുന്ന ആ ഒരു സ്പേസ് തന്നെ ഇവിടെ ഒരു അപരം ആയിട്ടും കൂടി മാറുകയാണ്. ആത്മം തന്നെയാണ് ഇവിടുത്തെ അപരം. ആത്മത്തെയാണ് സംബോധന ചെയ്യുന്നത്. ആത്മത്തെ സംബോധന ചെയ്യുമ്പോൾ ഒരാത്മം അപരമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആത്മത്തിൽ തന്നെയുള്ള അപരത്തെ സംബോധന ചെയ്യുന്ന തരത്തിലാണ് വാസ്തവത്തിൽ ഈ ആത്മഗതങ്ങൾ, അത്തരത്തിലുള്ള ഈ സോളിലോക്കികൾ നളചരിതത്തിൽ നിലനിൽക്കുന്നതെന്ന് കാണാൻ വിഷമമില്ല. അപ്പോൾ തൻ്റെ തന്നെ ആത്മത്തിലുള്ളൊരു അപരത്തെയാണ് ആത്മഗതങ്ങളിൽ സംബോധന ചെയ്യുന്നതെന്ന് പറയാം. ഈ ആത്മവും അപരവും തമ്മിലുള്ള സംഘർഷമാണ് ഇത്തരത്തിലുള്ള പദങ്ങളുടെ നേരത്തെ പറഞ്ഞ കലാപരമായിട്ടുള്ള ചൈതന്യം. കാരണം സംഘർഷമാണല്ലോ പ്രധാനം. വാസ്തവത്തിൽ അടുത്താണ് ഏറ്റവും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, വാസ്തവത്തിൽ നളചരിതം തന്നെ ഈ ആത്മവും അപരവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ്. അത് വിശദമാക്കാനായി കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ ആ ആമുഖം ഓർത്തുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നു. ആസീത്പുര പരമപാവന കീർത്തിഭൂമ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം, ആ ശ്ലോകത്തിൽ നായകനായ നളനെ അവതരിപ്പിക്കുന്ന എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക. പരമപാവന കീർത്തിഭൂമ, അതായത് കീർത്തിമാനാണ്, നീതിശാലിയാണ്, രതീശ സുഭകനാണ്, അത്ര സുന്ദരനാണ്, ജഗദേക വീരനാണ്. ഇത് കൂടാതെ നിലപ്പദത്തിൽ, തുടർന്ന് വരുന്ന നിലപ്പദത്തിൽ വേറെയും വിശേഷണങ്ങളുണ്ട്. വിദ്യാജലനിധിയാണ്, വിശ്വസനീയനാണ്, വിഷ്ടപപാലനശീലനാണ്, കലിശമനൌഷധ രസമയ ചരിതനാണ്, ശാർങ്കി പിനാകി പദാർച്ചനശീലനാണ്, വാങ്മനസാദി വിദൂരൻ. എന്തൊരു വിശേഷണമാണെന്ന് നോക്കുക. വാക്കിനും മനസ്സിനും അപ്പുറത്തുള്ള ഒരാളായിട്ടാണ് നളനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. സാധാരണ വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അങ്ങനെ അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര മഹത്തായ ഒരു സ്പേസിലാണ് ഉണ്ണായി വാര്യർ നളനെ ആദ്യം പ്ലേസ് ചെയ്യുന്നത് തന്നെ. ഇതുകൊണ്ടൊക്കെ തന്നെ പരിമിതി സരണി വിദൂരക ഗുണഗണ പരിമള പൂരിത ലോകൻ ആണ് നളൻ. ഈ മട്ടിൽ എല്ലാം കൊണ്ടും തികഞ്ഞ സമ്പൂർണനായ ഒരു നായകനെയാണ് കഥയുടെ പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ പറ്റുക. പൂർണ്ണമായ ഒരിടത്ത് സംഘർഷങ്ങളില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. പൂർണ്ണമായ ഒരിടത്ത് സംഘർഷങ്ങളില്ല. നമുക്കറിയാം കുമാരനാശാൻ പറയുന്നത്, ഈ AR രാജരാജവർമ്മ മരിച്ചിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. അതിൽ സങ്കല്പിക്കുകയാണ്, പ്രരോദനം എന്ന് പറയുന്ന കാവ്യത്തിൽ അദ്ദേഹം സങ്കല്പിക്കുകയാണ്, AR രാജരാജവർമ്മ മരിച്ചിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും കാളിദാസൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗത്തിലുണ്ടല്ലോ കാളിദാസൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ട് പറയുകയാണ്, ഏകാന്തം സുഖമിങ്ങ് നിത്യമഴലാം താഴെ തമോഭൂമിയിൽ. ഇവിടെ എന്നും സുഖം മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ. നരകത്തിലാണെങ്കിലോ നിത്യമഴലാം താഴെ തമോഭൂമിയിൽ. പോകാസക്തി തമപ്രകാശ ശബളശ്രീയൊത്ത മധ്യോർവിയിൽ. ഈ കവികൾക്ക് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇടം ഏതാണ്? ഭൂമിയാണ്. പോകാസക്തി പ്രകാശ ശബളശ്രീയൊത്ത മധ്യോർവിയിൽ. തമസിൻ്റെയും പ്രകാശത്തിൻ്റെ ആ ശബളശ്രീ ഒത്തുചേർന്ന ഈ മധ്യത്തിലുള്ള ഊർവിയിൽ, മധ്യത്തിലുള്ള ഭൂമിയിൽ ഛേകാത്മാ ചലഭോഗഭൂവിൽ നിമിഷം തോറും രസോന്മേഷിയാം. ഛേകാത്മാ എന്ന് വെച്ചാൽ സഹൃദയർ, അല്ലെങ്കിൽ പണ്ഡിതരായിട്ടുള്ള സഹൃദയർ. ഛേകാത്മാ ചലഭോഗഭൂവിൽ, ഇത്തരത്തിൽ ഈ സംഘർഷങ്ങളുള്ള ഈ മേഖലയിൽ നിമിഷം തോറും രസോന്മേഷിയാം. അവർ നിമിഷം തോറും രസോന്മേഷിയാകുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭൗമികമായ അന്തരീക്ഷത്തിൽ മാത്രമാണ്. എന്നിട്ടാണ് പറയുന്നത്, ശ്രീകാളും രസകാമധേനു രസയാം ഓർക്കിൽ കവിക്കെന്നുമേ. കവികളുടെ ഈ രസകാമധേനു, രസത്തിൻ്റെ കാമധേനു വാസ്തവത്തിൽ ഈ ഭൂമി തന്നെയാണ് എന്ന് പറയുകയാണ്. ഞാൻ ഇത്രയൊക്കെ വിശദീകരിക്കാൻ കാരണം വെച്ചാൽ സുഖം മാത്രമുള്ളിടത്ത് സംഘർഷങ്ങളില്ല, ദുഃഖം മാത്രമുള്ളിടത്തും സംഘർഷങ്ങളില്ല. ഇവയുടെ ഒരു ഇടമട്ടിൽ ഇടകലർന്നു വരുന്ന ഒരു സ്ഥലം ഭൂമിയാണ്. ഇത് ഈ ഞാനിപ്പോൾ ഉള്ള ഇനിയിപ്പോൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഭാഷണത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ സംഘർഷങ്ങൾ എവിടെയാണ് ആരംഭിക്കുന്നത്? നാരദൻ്റെ വരവോടുകൂടി തന്നെയാണ്. നാരദൻ്റെ വരവ് ഒരു ചോദനയാണ്, ഒരു പ്രേരണയാണ്, ഒരു മാനസികമായ പ്രേരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആത്മവും അപരവും തമ്മിലുള്ള സംഘർഷം തന്നെയാണ് വാസ്തവത്തിൽ നളചരിതത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ഒരു ചോദന, ഒരു ഇമ്പൾസ് ആയിട്ട് വരുന്നത് നാരദനാണ്. നാരദൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പാഴിലാക്കിയിട്ടുള്ള ജന്മം എന്ന് പറയുന്നു. അതേപോലെ ദേവന്മാരെയും മനുഷ്യരെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, സാരമില്ല, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നാരദൻ മറ്റേ ബാലവിജയത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു കുരങ്ങൻ ഇതേപോലെ പറഞ്ഞു,
എന്താണ് നീയും ദശാസേനം തുല്യം എനിക്കെന്ന്, അല്ലെങ്കിൽ തനിക്ക് താനും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, കുറച്ച് തിടുക്കപ്പെട്ട് പോവുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രീതിയിൽ ദശാസനം താനും തനിക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും തനിക്ക് ഒരേപോലെയാണ് എന്നിങ്ങനെ രാവണനെ നിസ്സാരവൽക്കരിക്കുന്നതായിട്ട് പറയുന്നെങ്കിൽ പോലും നാരദ തൊട്ടു പിന്നാലെ പറയുന്നുണ്ട്, സാരമില്ല, അതൊന്നും സാരമുള്ള കാര്യമല്ല എന്ന് പറയുന്ന പോലെ തന്നെ തോന്നും നമുക്ക് ഈ ദേവന്മാരും മനുഷ്യരും തമ്മിലുള്ള താരതമ്യം. അതായത് രത്നമെല്ലാം നിനക്കുള്ളൂ, യജ്ഞമേ ദേവകൾക്കുള്ളൂ, അല്ലെ? വൃന്ദാരകന്മാർ പോലും മോഹിക്കുന്ന ആളാണ് ദമയന്തി, പക്ഷേ രത്നങ്ങളുടെയൊക്കെ അവകാശി നീയാണ്. വാസ്തവത്തിൽ ഇത് കൊണ്ടുവരുന്ന ഒരു വല്ലാത്ത ഒരു കോംപ്ലക്സ് ഉണ്ട്, ഒരുതരം അപകർഷതാബോധം അവിടെ നളനിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായ തരത്തിൽ ആദ്യത്തെ ഇടപെടൽ നടത്തുന്നത് നാരദൻ തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ ആരാണ്? ശങ്കരാചാര്യ തന്നെ ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നത് ഇതെല്ലാം മാനസിക വ്യാപാരങ്ങളാണ്. നന്മയുടെ ആത്മീയതയുടെ ഒക്കെ പ്രതിരൂപങ്ങളായിട്ടാണ് നമ്മൾ ദേവന്മാരെന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തെ സങ്കല്പിക്കുന്നത്. അസുരന്മാരെ അതേപോലെ തിന്മയുടെയും ഈ അധോഗമനത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്പേസിലാണ് നമ്മൾ അസുരന്മാരെ സങ്കല്പിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ മനസ്സിൽ തന്നെയുള്ള രണ്ട് അവസ്ഥകളാണ് സാത്വിക ഗുണവും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ താമസ ഗുണവും. മനുഷ്യൻ എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടകലർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്, സ്വയം സങ്കല്പിക്കുകയും ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ സാത്വിക ഗുണത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ആളുകളാണ്, താമസ ഗുണത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അസുരന്മാർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്വയം രജോഗുണമുള്ളവരെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നളനെ പ്രലോഭിപ്പിക്കുന്നെങ്കിലും നളനിൽ ഈ സംഘർഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സന്ദേഹം ഉണ്ടാക്കാൻ കാരണമായി തീരുകയാണ് ഈ നാരദൻ്റെ വാക്കുകൾ. അപ്പോൾ കഥയുടെ പ്രാരംഭത്തിൽ എല്ലാം തികഞ്ഞ രാജാവായി അവതരിപ്പിക്കപ്പെടുന്ന നളനിൽ ഒരേ സമയം കാമവും അതോടൊപ്പം തന്നെ അപകർഷതയും ഉണ്ടാക്കാൻ നാരദൻ്റെ വാക്കുകൾ കാരണമാകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇത് കൂടുതൽ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബൃഹദശ്വൻ ഒരു മനഃശാസ്ത്രപരമായൊരു സമീപനമാണ് നടത്തിയെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനഃശാസ്ത്രത്തിൻ്റെ ഒരു സഹായം കൂടി ഇവിടെ ആവശ്യമായിട്ട് വരുന്നു, മനോവിശ്ലേഷണത്തിൻ്റെ ഒരു സഹായം കൂടി ആവശ്യമായിട്ട് വരുന്നു. ഞാൻ അധികം കാര്യങ്ങളൊന്നും വിശദീകരിക്കില്ല. നളചരിതത്തിനെ സംബന്ധിച്ച് പ്രസക്തമായ രണ്ട് സങ്കല്പനങ്ങൾ മാത്രം പറയാം എന്ന് വിചാരിക്കുകയാണ്. ഒന്ന് കാമന അല്ലെങ്കിൽ ഡിസയർ എന്ന് പറയുന്ന സംഭവം. നമുക്കറിയാം മനോവിശ്ലേഷണ സിദ്ധാന്തങ്ങൾ, സൈക്കോ അനാലിസിസിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തികൻ തീർച്ചയായിട്ടും ജാക്ക് ലക്കാനാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഒരാൾ അല്ലെങ്കിൽ അതിന് മുമ്പ് വരുന്ന ഒരാൾ പ്രധാനമായിട്ടുള്ള ഒരാൾ സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഫ്രോയിഡിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട സൈക്കോ അനലിസ്റ്റാണ് ലക്കാൻ എന്നുള്ളത് നമുക്കറിയാം. ലക്കാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഡിസയർ എന്ന് പറയുന്നൊരു സംഗതി, ഡിസയർ, കാമന എന്ന് നമുക്ക് തൽക്കാലം മലയാളത്തിൽ പറയാം. ഈ കാമന വാസ്തവത്തിൽ അബോധപരമാണ്. ഈ കാമനയിൽ നിന്ന് നമുക്ക് ഈ അബോധപരമായിട്ടുള്ള ഈ കാമനയുടെ പൂർത്തീകരണത്തിലാണ് നമുക്ക് ആനന്ദം ഉണ്ടാവുക. ജൈവികമായ ചോദനകൾ നമ്മളിൽ ഉണ്ടാവുന്നു. ആ ജൈവികമായ ചോദനകളിലൂടെ കാമന പ്രവർത്തിക്കുന്നു. ഈ കാമന പ്രവർത്തിച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ആനന്ദം, ഒരു സന്തോഷം, ഒരു റൂയിസൻസ് എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആനന്ദത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ കാമനയുടെ പൂർത്തീകരണത്തിലൂടെയാണ്. പക്ഷേ കാമന പലപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്നില്ല, അതൊരിക്കലും പൂർത്തീകരിക്കപ്പെടുകയുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ലക്കാൻ പിന്നീട് പോകുന്നത്. നമുക്കത് തൽക്കാലം മാറ്റിവെക്കാം. എന്നാലും ആ കാമന എന്നുള്ളൊരു സംഗതിയും അതും അബോധമനസ്സുമായുള്ള ബന്ധവും അതോടൊപ്പം തന്നെ അത് ജൈവികമായ ചോദനകളെ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നുള്ള ഒരു സംഗതി, ഇത് മൂന്നും തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാകുന്നു. രണ്ടാമത്തത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 3 രജിസ്റ്ററുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ഇമാജിനറി രജിസ്റ്ററാണ്. ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആ കുട്ടി ലോകത്തെ കാണുന്നുണ്ട്. കുട്ടിക്ക് ഭാഷയോ അങ്ങനെയുള്ള സംഗതികളൊന്നും അറിയില്ല. കുറേയേറെ ഇമേജുകളിലൂടെയാണ് കുട്ടി ഈ ലോകത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഇമേജുകളുടെ ഒരു സാങ്കല്പികമായ ബന്ധം കുട്ടി മനസ്സിൽ സങ്കല്പിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ആ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ബന്ധം സങ്കല്പിച്ചുകൊണ്ട് കുട്ടി ലോകത്തെ മനസ്സിലാക്കുകയാണ്. അതിനെയാണ് ഇമാജിനറി ഓർഡർ എന്ന് അദ്ദേഹം ലക്കാൻ പറയുന്നത്. മറ്റൊന്ന് സിംബോളിക് ഓർഡറാണ്. അത് ആരംഭിക്കുന്നത് ഭാഷയുടെ വരവോടുകൂടിയാണ്. അതിനു മുമ്പ് തന്നെ ഈ കുട്ടി, ഇത് നളചരിതത്തിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായെന്ന് തോന്നിയതുകൊണ്ടും ഇതില്ലാതെ എനിക്കിത് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും മാത്രമാണിത് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു കുട്ടി കണ്ണാടിയിൽ തൻ്റെ തന്നെ പ്രതിബിംബം കണ്ടിട്ട് അത് താനാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഘട്ടത്തിലാണ് ഒരാളിൽ വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സംഗതി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈഗോ എന്ന് പറഞ്ഞൊരു സംഗതി ആരംഭിക്കുന്നത്. അതേസമയത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്, താനായി അത് സ്വയം തിരിച്ചറിയുന്നത് തൻ്റെ അപരത്തെയാണ്. അത് താനല്ല, ആ കണ്ണാടിയിലുള്ളത് താനല്ല, തൻ്റെ അപരമാണ്. പക്ഷേ ആ അപരത്തെയാണ് കുട്ടി
താനായി തിരിച്ചറിയുന്നത്. ഇതുണ്ടാക്കുന്ന വലിയൊരു സംഘർഷം കുട്ടിയിലുണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, വിലക്കുകളിലൂടെയാണ് ആദ്യം ആ കുട്ടി ഭാഷ പരിചയപ്പെടുന്നത്. അത് അരുത് 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 എന്ന് പറഞ്ഞിട്ട് നോ എന്നുള്ള വാക്കാണ് കുട്ടി ആദ്യം പഠിക്കുന്ന വാക്കുകളിലൊന്നെന്നാണ് ലഗാൻ പറയുന്നത്. അതുകൊണ്ടാണ് നെയിം ഓഫ് ദ ഫാദർ, അച്ഛൻ്റെ പേരറിയുന്നു, അതോടൊപ്പം തന്നെ അച്ഛൻ്റെ വിലക്കുകളും അറിയുന്നു. അതായത് പിതൃകേന്ദ്രിതമായ ഒരു സമൂഹത്തിലേക്ക് കുട്ടി പ്രവേശിക്കുകയാണ്. ഈ പിതൃകേന്ദ്രിതമായ ആ പ്രദേശത്തെ കുട്ടി അറിയുന്നത് ഭാഷയിലൂടെയാണ്. ഭാഷ ഉണ്ടാകുന്നു. അതുപോലെ ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങൾ, നിയമവ്യവസ്ഥ, ഭരണകൂടം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അതിൻ്റെ ഭാഗമാണ്. വിദ്യാലയങ്ങൾ, ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളെല്ലാം, ഇവയെല്ലാം ഈ പറഞ്ഞ സിംബോളിക് ഓർഡറിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാജിനറി ഓർഡറുണ്ട്, മറ്റൊന്ന് സിംബോളിക് ഓർഡറാണ്. മൂന്നാമത്തെ റിയൽ ഓർഡർ, അതായത് ഈ കുട്ടി ഇമാജിനറി ഉണ്ടാക്കിയിട്ടുള്ള ആ ലോകത്തെ മനസ്സിലാക്കുന്ന ആ ഒരു ക്രമം കൂടാതെ ഈ ഭാഷയിലൂടെയും മറ്റുമൊക്കെ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൂടെ, വിലക്കുകളിലൂടെ മറ്റുമൊക്കെ മനസ്സിലാക്കുന്ന ഒരു ക്രമം സിംബോളിക് ഓർഡർ എന്നുള്ളതിലേക്ക് വന്നു. ഇത് രണ്ടും കൂടാതെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഓർഡറുണ്ട്. അത് പക്ഷേ എന്താ പറയണ്ടേ, ഒരാളുടെ മനസ്സിന് പുറത്ത് ഇത് രണ്ടും ഉള്ളപ്പോഴും ഈ ലോകത്തിൻ്റെതായുള്ള റിയാലിറ്റി ഉണ്ടല്ലോ, ആ റിയാലിറ്റിയാണ് അദ്ദേഹം റിയൽ ഓർഡർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ളൊരു രജിസ്റ്റർ തിയറി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് മൂന്നും ഇങ്ങനെ വിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ ബോറോമിയൻ നോട്ട് എന്ന് പറയുന്നൊരു സംഗതി, ബോറോമിയൻ കുരുക്കുകളുണ്ടല്ലോ, മൂന്ന് വളയങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റഡാണ്. ആ ഒരു വളയം ഭേദിച്ചാൽ ബാക്കി രണ്ട് വളയവും പൊട്ടി തകർന്നു പോകും എന്ന് പറയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു സംഗതിയാണ് നമ്മുടെ മനസ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ എനിക്ക് ഇത് നളചരിതം വായിക്കുമ്പോഴൊക്കെ ഈ ലഗാനിയൻ സൈക്കോ അനാലിസിസാണ് വാസ്തവത്തിൽ മനസ്സിലേക്ക് കയറി വരാറുള്ളത്. കാരണം പല സംഗതികളും വ്യാഖ്യാനിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലെ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ മനോവിശ്ലേഷണപരമായിട്ടുള്ളൊരു സമീപനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നാറുമുണ്ട്. അതുകൊണ്ടാണത് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ രീതിയിലുള്ള വിലക്കുകളിലൂടെ ഒരു ധാർമ്മിക ബോധം ആളിൽ രൂപപ്പെടുകയാണ്, ഒരു കുട്ടിയിൽ രൂപപ്പെടുകയാണ്. മുതിർന്നു കഴിയുമ്പോഴേക്കും ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് എന്നുള്ളൊരു വിലക്കുകളും ആകാവുന്ന സംഗതികളും രണ്ടിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഒരാളിലുണ്ടാവുകയാണ്. ഇതിങ്ങനെ ഒരാളെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ അദൃശ്യമായൊരു ശക്തി നിരന്തരം നമ്മളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് പോലെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുന്നു, ഇത് ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ അത് ഞാൻ തീരുമാനിക്കുകയല്ല, പകരം അദൃശ്യമായൊരു ശക്തി, പലപ്പോഴും ദൈവത്തെ പോലെ ഒരു ബിഗ് അതർ, ഒരു ഭീമ അപരം തീരുമാനിക്കുക, ഒരു ബിഗ് അതർ നിന്നിട്ട് ആയിട്ട് ഈ സിംബോളിക് ഓർഡർ തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ സിംബോളിക് ഓർഡർ ഇങ്ങനെ നിരന്തരം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് സിംബോളിക് ഓർഡറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബിഗ് അതർ, അല്ലെങ്കിൽ സിംബോളിക് ഓർഡറിലൂടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഈ ബിഗ് അതർ നമ്മളെ ഇങ്ങനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമവ്യവസ്ഥയായിട്ടും അത്തരത്തിലുള്ള ധാർമ്മിക ബോധമായിട്ടും സദാചാര ബോധമായിട്ടും ഒക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വാസ്തവത്തിൽ നളചരിതത്തിലെ ഈ ദേവന്മാർ ഈ പറഞ്ഞ ഒരു ഭീമാപരം, ഒരു ബിഗ് അതറാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ബിഗ് അതറിനെ കുറിച്ചൊരു ഭയം ഈ ആദ്യത്തെ രംഗത്തിൽ തന്നെ അതിന് മുമ്പ് തന്നെ നളനും നാരദനും തമ്മിലുള്ള ആ ഒരു രംഗത്തിൽ തന്നെ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടെന്നർത്ഥം. തൊട്ടു പിന്നാലെ വരുന്നത് കുണ്ഠിതനായക എന്നുള്ള പദമാണ്. ഡിസയർ, ഈ പറഞ്ഞ കാമന, ആ കാമന പൂർത്തീകരിക്കാനുള്ള വഴി ആലോചിക്കുകയാണ്. വിരഹം എന്നുള്ളൊരു സംഗതിയാണ് അവിടെ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ലാക്ക് ഓഫ് ദ റിയൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം. യഥാർത്ഥത്തിലുള്ള വസ്തുവിൻ്റെ ഭാവനാപരമായ അഭാവം, അല്ലേ, ഇമാജിനറി ആയിട്ടുള്ളൊരു അഭാവമാണ് നളൻ അവിടെ അനുഭവിക്കുന്നത്. കാരണം ദമയന്തിയെ കണ്ടിട്ട് തന്നെ ഇല്ലാത്ത ഈ ദമയന്തിയെക്കുറിച്ച് ഓർത്ത് നളൻ കാലം കഴിച്ചു കൂട്ടുകയാണ്. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാമം എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ വെച്ചിട്ട് തന്നെ നളനെ എത്രത്തോളം ഭീകരമായിട്ടാണ് ബാധിക്കുന്നതെന്ന്. ഈ കേട്ട് പരിചയം മാത്രമുള്ള ദമയന്തിയെക്കുറിച്ച് വിചാരിച്ചിട്ട് നേരെ എന്ത് ചെയ്യണം, സജീവയെ വിനിയോജ്യ രാജ്യഭാരം മുഴുവൻ സജീവനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നേരെ ഉദ്യാനത്തിലേക്ക് പോവുകയാണ്. കേട്ട് മാത്രം ശീലമുള്ള ദമയന്തിയോട് വിരഹാവസ്ഥ ഉണ്ടാവുന്നതുകൊണ്ട് അത്തരത്തെ ദമയന്തിയോടുള്ള വിരഹം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം, കേട്ട് മാത്രം പരിചയമുള്ള ഒരാളുടെ വിരഹം സഹിക്കാൻ വയ്യാതെ നളൻ ഉദ്യാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ കന്ദർപ്പനാണ് കന്തം സമർപ്പിക്കുന്നത്. ഈ കാമത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കന്തം, ഒരു വിത്ത് സമർപ്പിക്കുന്നത് തീർച്ചയായും കന്ദർപ്പനാണ്. പക്ഷേ ഈ കന്ദർപ്പനാണ് പിന്നീട് നളനെ സംബന്ധിച്ച് കലിയായി തീർന്നത് എന്നും പറയേണ്ടി വരും. അതാണ് നളചരിതത്തിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി. ഈ കന്ദർപ്പനായിട്ട് തുടങ്ങുന്ന സംഗതിയാണ് പിന്നീട് കാമം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിഘ്നം ഉണ്ടാകുമ്പോഴാണ് അതൊരു കോപമായി അല്ലെങ്കിൽ ക്രോധമായി തീരുന്നത് എന്ന് ഭഗവത്ഗീത പറയുന്നത് ശ്രദ്ധിക്കാം. അത് പിന്നീട് പറയാം. അല്ല, ഞാൻ പറഞ്ഞാൽ ഈ രീതിയിൽ ഒരു എന്താ പറയണ്ടേ, കലി ആയിട്ട് മാറുന്നത് നളൻ്റെ ഈ ഒന്നാം ദിവസത്തിൽ ഈ രീതിയിൽ തുടങ്ങുന്ന
കുണ്ടനായകയിൽ തന്നെ കാമദേവൻ അത് നിഷ്കളങ്കമായൊരു സംഗതിയാണ്. ഒരു പ്രണയിനിയായ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ട ഒരാളോട് കാമം തോന്നുക എന്നുള്ളത്. പക്ഷേ ഈ കാമത്തിൻ്റെ വേറൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും അത് കലിക്ക് ഭരിക്കാനുള്ള, കാമദേവന് ഭരിക്കാനുള്ള സ്ഥലമല്ല, പകരം കലിക്ക് ഭരിക്കാനുള്ള സ്ഥലമായിട്ട് മാറുന്ന അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ്, ഈ രാജഭരണം വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഏകാന്തവാസം നടത്തുന്നു. അവിടെയും വിരഹദുഃഖമാണ്, നിർജ്ജനം എന്ന് പറഞ്ഞിട്ടുള്ള ആ പദം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് മൂന്നാം ദിവസത്തിലേക്ക് വേഗം എത്തേണ്ടതുള്ളതുകൊണ്ട്. അപ്പോൾ ഹംസത്തെ പിടിക്കുകയാണ്. ഇണക്കാമെന്നോർത്താണ് ഹംസത്തെ പിടിക്കുന്നത്. നമുക്കറിയാം ഈ കാമം പലപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്ന അതിൻ്റെ റിയൽ ഒബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റ് ഓഫ് ഡിസയറിലല്ല, അല്ലെങ്കിൽ ഈ കാമനാ വസ്തുവിലല്ല പലപ്പോഴും കാമം പൂർത്തീകരിക്കപ്പെടുന്നത്. അതിന് പകരം പ്രച്ഛന്നമായിട്ട് താൽക്കാലികമായി കണ്ടെത്തുന്ന ചില എന്താ പറയണ്ടേ മറ്റ് ചില വസ്തുക്കൾ ഉണ്ട്. അവയിൽ എന്ത് ചെയ്യുകയാണ്, അവയുടെ ഒരു എന്താ പറയണ്ടേ അവയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥ വാസ്തവത്തിൽ ഈ പറഞ്ഞ കാമത്തിനുണ്ട്. അത് ഇവിടെ ഹംസം ആ രീതിയിലുള്ള ഒരാളായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇണക്കാമെന്നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദത്തെ ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. ഏതായാലും തുടർന്ന് ദമയന്തിയിലേക്ക് പോകുന്നു. കാമന സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ളത് ഹംസ ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പിൽ, ഞാൻ വിസ്തരിച്ച് കഥ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഉറപ്പിൽ നളൻ ദമയന്തി സ്വയംവരത്തിന് പുറപ്പെടുന്നു. ദേവന്മാർ ഈ പറഞ്ഞ പോലെയാണ്, നേരത്തെ പറഞ്ഞ ഒരു ബിഗ് അതറാണ്, ഒരു ഭീമാപരമാണ്. അവരെന്ത് ചെയ്യുന്നു, വിലക്കുമായിട്ട് വരികയാണ്. എന്താണ്, ഉംബർ പരിവൃഷന്മാർ നിങ്ങൾ എന്നെ സമ്പ്രതി പരീക്ഷിപ്പാനല്ലേ എന്ന് നളൻ ചോദിക്കുന്നുണ്ട്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. ചെയ്വനെന്ന് മുന്നേ ചൊന്നത് ചെയ്തിയിലെന്നാൽ അധികം അധർമ്മം എന്ന് ദേവന്മാർ നളനെ താക്കീത് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ വൃന്ദാരകന്മാർക്ക് മോഹമുണ്ടെങ്കിൽ എങ്കിൽ പോലും ഭൂമിയിലുള്ള രത്നമെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് നാരദൻ പറയുന്നെങ്കിൽ പോലും ഇവിടെ ദേവന്മാർ വന്ന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഒരു ഭീമാപരം. വാസ്തവത്തിൽ ഇത് ദേവന്മാരെന്ന് പറയുന്നത് നളൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവുന്ന, കാരണം വെച്ചാൽ എല്ലാം തികഞ്ഞ ഒരാളാണ്. ഈ എല്ലാം തികഞ്ഞ ആളുടെ ഉള്ളിലുണ്ടാവുന്ന അപകർഷത എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ആ ഒരു അപകർഷത്തെ പ്രതീകവൽക്കരിക്കുന്ന, ആ അപകർഷത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ചോദനയാണ് വാസ്തവത്തിൽ നാരദൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഹംസത്തിലൂടെ അതിനൊരു അപരത്തെ കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ ഉള്ള ഒരു സംഗതി, ഒരു കാമനയുടെ താൽക്കാലികമായ പൂർത്തീകരണമാണ് നമുക്ക് നളചരിതത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ കാണാൻ പറ്റുക. നമുക്കറിയാം താൽക്കാലികമാണ്, ആ കാമന അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. തൊട്ട് പിന്നാലെ അത് അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്കാണ് അത് പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സരസ്വതി ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, ഭാഷയുടെയും കലയുടെയും ഒക്കെ പ്രതീകമായിട്ട്. രണ്ടാം ദിവസത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇടയിൽ വന്ന ഇടരെല്ലാം നിലച്ചു. നളൻ്റെ ഉള്ളിൽ എത്രയെത്ര സ്ഥലത്താണ് ഈ ഒരു സംഘർഷം വരുന്നത് ആലോചിച്ച് നോക്കുക. ഇന്ദ്രാദികളും വന്ന് വലച്ചു നമ്മെ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. വിജനേപതയെ പോലും ഉണ്ട്, വിജനേപതയെ പോലും ഉണ്ട്. എന്നു പൂൺമൻ ഇന്ദ്രകാമ്യമുടലഹം എന്നാണ് ചോദിക്കുന്നത്. അറിയില്ല, ഇതിങ്ങനെ നളൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ ദേവന്മാരോട് ചെയ്ത ഈ പ്രവൃത്തി എന്ന് പറയുന്നൊരു സംഗതി, അല്ലെങ്കിൽ ദേവന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലേ, ആ ബിഗ് അതറിൻ്റെ ഒരു വലിയ പ്രസൻസ് നളൻ അനുഭവിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലുള്ളൊരു ബിഗ് അതറായിട്ടാണ് നമുക്ക് ദേവന്മാരെ കാണാൻ പറ്റുക. ഈ ഇടയിൽ വന്ന ഇടരെല്ലാം നിലച്ചു എന്ന് പറയുമ്പോഴും ഈ അത് നീണ്ടു നിൽക്കുന്നില്ല. ഇന്ദ്രാദികൾ മോഹിച്ചവളെ സ്വന്തമാക്കിയതിൻ്റെ അഭിമാനമുണ്ടെങ്കിലും രജോഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയരുകയല്ല നളൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യാവസ്ഥ രജോഗുണമാണ്. രജോഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയരുകയല്ല നളൻ ചെയ്യുന്നത്, പകരം തമോ ഗുണത്തിലേക്ക് വീണു പോവുക എന്നുള്ളതാണ് നാരദൻ രണ്ടാം ദിവസത്തിൻ്റെ പിന്നീടുള്ള ഭാഗത്ത് സംഭവിക്കുന്നത്. ഇവിടെ കാമത്തിൻ്റെ പ്രതീകം ദേവനായ കന്ദർപ്പനല്ല, താമസമൂർത്തിയായ കലി തന്നെയാണ്. ഇത് വളരെ ഗംഭീരമായ, നമുക്കറിയാം മലയാളത്തിലെ കോമിക് ജീനിയസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള, കോമിക് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് പറയരുതാത്ത വാക്കാണെന്ന് തോന്നുന്നു. BKN അദ്ദേഹത്തിൻ്റെ ആ നളചരിതം മൂലം എന്ന് പറയുന്ന കഥയിൽ വളരെ രസകരമായ ഒരു വാചകമുണ്ട്, ഒരു ഉഗ്ര നിരീക്ഷണമുണ്ട്. ഇടവപ്പാതിക്കും വേനൽക്കും ഭാരതവർഷത്തിൽ എക്കാലവും ധാരാളം രാജാക്കന്മാരുണ്ടായിരുന്നു, പുറമേ നളനും. ഇയാളാണ് പിന്നെ കലിയായത്. ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ആ വാചകം വായിച്ചിട്ട്. നമ്മൾ ചിരിക്കാനായിട്ടാണിത് വായിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ചിരിയാണ് നമുക്ക് ആദ്യം തോന്നുന്നതെങ്കിലും, BKൻ്റെ ആ ഒരു പ്രയോഗം, നളനാണ് പിന്നെ കലിയായത് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, വാസ്തവത്തിൽ അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കലിയുമായിട്ട് താതാത്മ്യപ്പെട്ടു പോവുകയാണ്. അത്തരത്തിലുള്ളൊരു താതാത്മ്യീകരണമാണ് നളചരിതത്തിലുണ്ടാകുന്ന ആ വിഭ്രാന്തധി എന്ന് പറയുന്ന ആ ഒരവസ്ഥ. ആവിഷ്ട കലിനാ ഖലേന ഹൃദയെ പര്യസ്തധീർ. ആ പര്യസ്തധീർ എന്തൊരു പ്രയോഗമാണ്, പര്യസ്തധീർ നൈഷധ
പാപിഷ്ഠേന സ പുഷ്കരേണ വിജിതോ ദ്യൂതായ ഭൂയോരഥ ഹാ കഷ്ടം കിമിദം ബദേതിരുദതിം കാന്താഞ്ജനോ അസാന്ത്വയൻ നേതിഷ്ഠാൻ നഗരോഗസൗപി സചിവാൻ നാപശ്യത ആപദ്ഗത. ഞാൻ തന്നെ ഒരു വലിയ കുഴിയിലേക്ക് വീഴുന്ന പോലെ എനിക്ക് തോന്നി. ഈ നാപശ്യത ആപദ്ഗത എന്ന് വായിച്ചപ്പോഴേക്കും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുക ചെയ്തെന്ന് എനിക്ക് ആ ഒരു ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ ആ രീതിയിലുള്ള അനുഭവമായിട്ട് നളചരിതം ആ ഭാഗത്ത്. അതുപോലെ തന്നെ പിന്നീട് പല സ്ഥലത്തും കല്യാവേശ അവശോഭി എന്നൊക്കെ പറയുന്ന മറ്റ് സ്ഥലങ്ങളിലും ഈ കലിയുടെ ഒരു ആവേശം നളനെ ഏത് തരത്തിലാണ് ബാധിച്ചത്, നളചരിതത്തെ നരചരിതമാക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, പണ്ട് തൊട്ടേ നളചരിതത്തിലെ തന്നെ ഒരു വരി മലയാളത്തിലേക്ക് തപ്തതോയ സിക്തമാലതി വനനപ്തമാലം അസ്തമൂലം ഇവ നളം എന്ന് പറയുന്ന ആ വരി, ചൂടുവെള്ളത്താൽ നനയ്ക്കപ്പെട്ട ഒരു മുല്ലവള്ളി ഒരു കാട്ടുപാഴ്മരത്തെ ആശ്രയിക്കുന്നത് പോലെ അത്രത്തോളം നിസ്സഹായമായ ഒരു പ്രണയത്തിൻ്റെ, അത്രത്തോളം നിസ്സഹായ ഒരു ബന്ധത്തിൻ്റെ കഥയാണ് നളചരിതം. അത് ഒരിക്കലും നമുക്ക് പൂർത്തിയായോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നം പോലുമല്ല. പകരം ആ ഒരു ദാരുണ അവസ്ഥ ഇങ്ങനെ നളചരിതത്തിൽ ഉടനീളം തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ആത്മകഥത്തിലെത്തുമ്പോഴേക്കും ഈ കലിബാധ ഏത് തരത്തിലേക്ക് എത്തുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു നാളും നിരൂപിതമല്ലേ എന്ന പദത്തിൽ അതിൻ്റെ ആ സംഭ്രമവും സന്ത്രാസവും അത് എത്രത്തോളം അവസ്ഥയിലേക്ക് എത്തും. ഒന്നല്ലെനിക്കുള്ള ആധി ചൊന്നാലറിയിക്കാമോ, എന്നെയും നിന്നെയും നീ തന്നെ കാത്തുകൊള്ളണം. എന്തൊരു വരിയാന്ന് ആലോചിക്കുക. തൻ്റെ ആത്മനിയന്ത്രണം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. നളൻ ഒരു വേറൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം താനെന്നുള്ളൊരവസ്ഥ തന്നെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നളൻ എത്തിപ്പെടുകയാണ്. അങ്ങനെ ജീവിതത്തിലെ ആധികൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിനിപ്പോൾ തനിക്ക് തൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതിൻ്റെ ആധിയും നളൻ അവിടെ അനുഭവിക്കുകയാണ്. വനത്തിൽ വെച്ച് ഈ പക്ഷികൾ വരുന്നുണ്ട്. എത്ര നിഗൂഢമായിട്ടുള്ള, എത്ര സങ്കീർണമായ, ഈ ഇത്തരത്തിലുള്ള ക്ലാസിക്കലായിട്ടുള്ളൊരു കഥ, ക്ലാസിക് സ്വഭാവമുള്ളൊരു കഥ, അത്ഭുതകരമാണ് നളചരിതം പോലെ. അതിൽ ആ പക്ഷികളുടെ രൂപത്തിൽ കലിദ്വാപരം വന്നിട്ട് പറയുകയാണ്, വികൃതഹൃദയ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊല്ലുവാൻ തവ തരമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വിരവിൽ നിന്നെ ചതിച്ച വിരവുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ആണ്, അക്ഷങ്ങളായിട്ടാണ് തങ്ങളെ സ്വയം അവതരിപ്പിക്കുന്നതെന്നർത്ഥം. ആ രീതിയിൽ തങ്ങളെ തന്നെ ചൂതുകളായിട്ടാണ് ഈ പക്ഷികൾ അവതരിപ്പിക്കുന്നത് എന്ന് അക്ഷങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന കലിദ്വാപരന്മാർ തങ്ങൾക്ക് നളനോടുള്ള വിദ്വേഷത്തിന് കാരണവും വെളിവാക്കുന്നു. എന്താണ് നളൻ്റെ ഹാമേർഷ്യ, നേരത്തെ പറഞ്ഞ ട്രാജിക് ഫ്ലോ എന്താണ്? വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവി തൻ സദനെ. ഇത് രണ്ടുമാണ് നളൻ ചെയ്ത പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ആയിട്ട് കലി പറയുന്നത്. വിരസത വരുത്തി നീ സുരപതിക്കുടനെ, അതേപോലെ തന്നെ സ്മരപരവശനായി മരുവി തൻ സദനെ. ഇവിടെ സുരപതിക്ക് വിരസത വരുത്തിയതും അതുപോലെ സ്മരപരവശനായി മരുവിയതുമാണ് നളൻ്റെ അവസ്ഥാപരിണാമത്തിന് കാരണമായി കലി പറയുന്നത്. കലി നേരത്തെ പറഞ്ഞ ബിഗ് അതർ, ഭീമാപരമായ ദേവന്മാരുടെ മറ്റൊരു രൂപമാണ്. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും മൂർത്തികളുടെ ഈ പാരസ്പര്യം വളരെ പ്രധാനമാണ്. ദേവന്മാരിൽ കാമം പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ ദമയന്തി സ്വയംവരത്തിന് വരുന്നു. അവരെ അനാദരിച്ചതിന് കലി ആണ് പകരം വീട്ടുന്നത്, ദേവന്മാരല്ല. ദേവന്മാർക്ക് പകരം വീട്ടണമെന്നില്ല, പകരം കലി ആ ധർമ്മം ഏറ്റെടുക്കുകയാണ്. ദേവന്മാരുടെ പൂരകം ആയിട്ടാണ് ഇവിടെ കലി പ്രവർത്തിക്കുന്നത്. സത്വതമോ ഗുണങ്ങളും ധർമാധർമ്മങ്ങളും തമ്മിലുള്ള ഈ അസാധാരണ വിനിമയം നളൻ്റെ മനസ്സിൽ തന്നെ സംഭവിക്കുന്നതാണ്. ഉത്കർഷതാബോധം തന്നെയാണല്ലോ അപകർഷതാബോധമായി തീരുന്നത്. അത് മനോവിശ്ലേഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വാസ്തവത്തിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന സംഭവം എന്താണ്? ഉത്കർഷതാബോധമാണ്. അതായത് തന്നെ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വെറും പാവം, എന്നെ നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ല, ഞാനിങ്ങനെ കഴിഞ്ഞുകൂടി പോയിക്കോളാം എന്നൊക്കെ പറയുന്ന അപകർഷതാബോധം എന്നുള്ള സംഭവം വാസ്തവത്തിൽ എന്താണ്? വാസ്തവത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഞാൻ അത്രത്തോളം ഉത്കൃഷ്ടനായിട്ടുള്ള വ്യക്തിയാണ്, എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുള്ള പരാതി. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് വാസ്തവത്തിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് മാറുന്നതെന്നാണ് മനോവിശ്ലേഷകർ പറയുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഈ ദേവന്മാരോടുള്ള ഒരു തരം അപകർഷതാബോധം ഒരു ഭീമാപരത്തോടുള്ള ഒരു വിധേയത്വമായും ഭയമായും നളനിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഞാൻ ഈ രീതിയിൽ തന്നെ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ തൊട്ട് പിന്നാലെ സംഭവിക്കുന്നത് എന്താണ്? ദമയന്തി പരിത്യാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ അത് പറയാൻ തോന്നുന്നത്. ഇത് യോജിപ്പോ വിയോജിപ്പോ എന്നുള്ളതല്ല, ഒരു പ്രത്യേക വായന എന്ന് വിചാരിച്ചാൽ മതി. ദേവന്മാരാഗ്രഹിച്ച ദമയന്തിയെ സ്വന്തമാക്കിയതിൻ്റെ ഉത്കർഷതയിൽ അഭിമാനിക്കുന്നുവെങ്കിലും നളന് ദേവത്വമില്ല. അതുതന്നെ അപകർഷതയ്ക്കും കാരണമായി തീരുന്നു. ദമയന്തി പരിത്യാഗമായി തീരുന്നു അതിൻ്റെ പരിണത ഫലം. കാരണം വെച്ചാൽ ഇതിനൊക്കെ കാരണമായി തീരുന്നത് ഈ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ ആണ്, ഈ കാമന വസ്തുവാണ്, ഈ കാമ്യ വസ്തുവാണ്.
ഭീമാപരത്തെക്കുറിച്ചുള്ള ആധിയാൽ കാമനയ്ക്ക് ആസ്പദമായ വസ്തു തന്നെ ഇവിടെ ദമയന്തി തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു. ഉപേക്ഷിച്ചതിന് ശേഷം അതേ കാമ്യവസ്തുവിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ നളനിലേക്ക് തിരിച്ചു വരുന്നിടത്താണ് നളചരിതം 3-ാം ദിവസം ആരംഭിക്കുന്നത്. സങ്കീർണമായ മനോവ്യാപാരങ്ങളുടെ സൂക്ഷ്മമായ ആവിഷ്കാരമാണ് നളചരിതം എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് 3-ാം ദിവസത്തെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭീമാപരത്തെ, ആ ബിഗ് അദറിനെയാണ് നളൻ സംബോധന ചെയ്യുന്നത്. നവവിരഹമയന്ത്യാം നൈഷധം ചിന്തയന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിൽ വ്യസനമകലയാവാൻ, അതേപോലെ തന്നെ ദാവാൻ നാടുപോവാൻ ത്രപാവാൻ, ഈ 2 അവസ്ഥകളാണ് നളനുള്ളത്. ഒന്ന്, വ്യസനം അകലെയാകുന്നതിന് വേണ്ടിയിട്ടാണ് ദേവന്മാരെ നളൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ലോകപാലന്മാരെ വിചാരിക്കുന്നത്. അതുപോലെ നാട് പോവാൻ ത്രപാവാനാണ്, ഒരിക്കലും നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ ചെല്ലാൻ ലജ്ജയാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഭീമാപുരത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ ലളിതമധുരങ്ങളായ ഏത് വരഫലങ്ങളാണ് വിഫലങ്ങളായിപ്പോയത്. ലളിതമധുരാണി വോ വിഫലാനി മധുരാണി, ഈ പാടി നോക്കുമ്പോഴേ മനസ്സിലാവും. വിഫലാനി വോ വരഫലാനി കാനി, അല്ലേ, വിഫലാനി വോ വരഫലാനി കാനി. അപ്പോൾ അത്തരത്തിലുള്ള ഏത് വരഫലങ്ങളാണ് വിഫലങ്ങളായി പോയത് എന്നാണ് നളൻ ചോദിക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങളെ ദിവസവും ധ്യാനിക്കുന്നതും നിങ്ങൾ എന്നോട് സവിശേഷമായ പ്രതിപത്തിയുണ്ടെന്ന് ഭാവിക്കുന്നതും ഞാൻ അനുജനോട് തോറ്റ് ഉള്ളം വേവിക്കുന്നതും. അപ്പോൾ ഈ 3 പ്രത്യേക സംഗതികളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഞാൻ നിങ്ങളെ ദിവസവും ധ്യാനിക്കുന്നു എന്നുള്ളതൊന്ന്, നിങ്ങൾ എന്നോട് സവിശേഷമായ പ്രതിപത്തിയുണ്ടെന്ന് ഭാവിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തത്, ഞാൻ അനുജനോട് തോറ്റ് ഉള്ളം വേവിക്കുന്നു എന്നുള്ളത് മൂന്നാമത്തത്. ഇത് 3 ഓർത്താൽ ആരൊരുവൻ മേലിൽ സേവിപ്പതും എന്ന് ആണ് തിരിച്ച് നളൻ ദേവന്മാരോട് ചോദിക്കുക. താൻ ചെയ്ത അല്ലെങ്കിൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത സംഗതികൾ പോലും തനിക്ക് വിപരീത ഗുണമായിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ വരം പോലും, അല്ലെങ്കിൽ ദേവന്മാരുടെ വരം പോലും തനിക്ക് വിപരീതമായിട്ടുള്ള ഫലമാണ് നൽകിയതെന്നുള്ളൊരു ഒരു ധ്വനിയാണ് അവിടെ നളൻ കൊണ്ടുവരുന്നത്. നളൻ തൻ്റെ ബലമായി കരുതിയത് ദേവന്മാരുടെ പ്രസാദവും അവർ നൽകിയ വരങ്ങളുമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ടും അതെല്ലാം വിഫലങ്ങളായത് എങ്ങനെയാണ്? ഈ വിചാരം ദേവന്മാരിൽ നിന്ന് വിട്ട്, അല്ലെങ്കിൽ ഭീമാപരത്തിൽ നിന്ന് വിട്ട് സ്വയം വിമർശനത്തിലേക്ക്, തൻ്റെ തന്നെ അപരത്തിൻ്റെ വിമർശനത്തിലേക്ക് നയിക്കുകയാണ്. അവിടെയാണ് കരണീയം ദേവനമെന്നെനിക്ക് തോന്നി, എന്നിൽ ഭരണീയ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നി, തരുണിയെ വിട്ട് കാട്ടിലിരിപ്പ് മൂന്നി. ഈ 3ഉം അപരിഹരണീയമായ, പരിഹരിക്കാനാവാത്ത വിധിയന്ത്രത്തിരിപ്പുകളായിട്ട് മാറുകയാണ്. ഇവിടെ വിപരീതമായി പ്രവർത്തിച്ച് ദേവന്മാരല്ല, വിധിയാണ്, തൻ്റെ തന്നെ വിധിയാണ്. അതാണ് ചൂത് കളിക്കാനും പത്നിയെ വെടിയാനും തന്നെ പ്രേരിപ്പിച്ചത്. ഇവിടെ നളൻ കുറേ കൂടി ആത്മബോധത്തിലേക്ക് ചെല്ലുകയാണ്. ഇതിന് വേറെ ആൾക്കാരെ അതിൽ കാണുകയല്ല വേണ്ടത്, തൻ്റെ തന്നെ ദോഷങ്ങളാണ് തനിക്ക് വിനയായി ഭവിച്ചത് എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഞാൻ അധികം വിസ്തരിക്കുന്നില്ല, കാരണം നമുക്ക് അത്രയൊക്കെ സമയമില്ലാത്തതുകൊണ്ട്. അതിനകത്ത് ഈ കർമ്മവും ഫലവും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ചുള്ള ഈ വിചാരം, അതിലെ നിർണ്ണയിക്കുന്ന ശക്തി എന്താണ് എന്നുള്ളത് ഇന്ത്യൻ ഫിലോസഫിയിൽ എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ നളചരിതത്തിൽ എപ്പോഴും ആവർത്തിച്ച് വരുന്നൊരു റെഫറൻസ് വിധിയുടേതാണ്. അതുകൊണ്ട് ഒരു സന്ദർഭത്തിൽ മാത്രം ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് തന്നെ കണ്ടവരാർ വിധി ദുശീലം എന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മുനിയെ മാർഗേ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്ന വലുതഹോ വിധി ജഗതി എന്നാണ് കാർക്കോടകൻ പറയുന്നത്. നളനെ വിളിച്ച് വിലപിക്കുമ്പോൾ തന്നെ കാർക്കോടകൻ വിധിവശന്മാരെല്ലാ പേരും എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിധിയുടേതായിട്ടുള്ള വിളയാട്ടം എന്നുള്ളതിന് എത്രയോ റെഫറൻസസാണ് ഈ പറഞ്ഞ നളചരിതം 3-ാം ദിവസത്തിലുള്ളത്. വാസ്തവത്തിൽ ഇത് ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ ഈ വിധിയെ പഴിക്കുന്ന ഒരു ഏർപ്പാട് വളരെ അപൂർവമാണ്. മലയാളികൾക്ക് വളരെ പരിചിതമാണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പം മീമാംസാ ദർശനം എടുത്താൽ അതിനകത്ത് ഈ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. മറ്റേ വേദാന്തത്തിലാണെങ്കിലും അതെ, വിധിയിലേക്കല്ല പോകുന്നത്, പകരം അവരവരുടെ കർമ്മം, ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ്. പക്ഷേ കേരളത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത് മുഴുവൻ എപ്പോഴും എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്താലും ദുഷ്കർമ്മങ്ങൾ ചെയ്താലും ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വിധിയാണ്. ഈ വിധി എന്നുള്ളത് ആജീവിക മതം എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെടുന്ന തമിഴകത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആജീവിക മതം, അതിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യനായ മഖാലി ഗോശാലൻ്റെ ഓർമ്മയ്ക്കാണ് മാർഗഴി, മഖാലി എന്നുള്ള വാക്കിൻ്റെ തത്ഭവമാണ് മാർഗഴി എന്ന് അങ്ങനെ പറയാറുണ്ട്. ഏതായാലും ആജീവിക മതത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ പ്രചാരം ഉണ്ടായിരുന്നു. അത് നമുക്ക് മണിമേഖല, ഈ പ്രാചീന സംഘകാല കൃതിയായിട്ടുള്ള
കൃതികളിലൊന്നായിട്ടുള്ള മണിമേഖല, ചിലപ്പതികാരവും മണിമേഖലയും അറിയാമല്ലോ. അപ്പോൾ ഈ മണിമേഖലയിൽ ഈ ആജീവിക മതത്തിൻ്റെ വലിയ പ്രസൻസ് ഇവിടെയുള്ളതായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ധാരാളം മറ്റ് റെഫറൻസുകളും ആജീവിക മതത്തിനുണ്ട്. ആജീവിക മതം നിയതിവാദമാണ്. നിയതി, വിധിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ഈ മലയാളികൾക്കും തമിഴർക്കും ഈ വിധിയെക്കുറിച്ചുള്ള ഇത്ര ആധി വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ ആജീവിക മതത്തിൻ്റെ സാന്നിധ്യമാണെന്ന് പറയാറുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട്, നേരിട്ടുള്ളൊരു വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനത് അധികം സൂചിപ്പിക്കുന്നില്ല. ബുദ്ധമതത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട ദീഘനികായം പോലെയുള്ള കൃതികളിലാണ് ഇതിൻ്റെ റെഫറൻസ് നമുക്ക് കാണാൻ പറ്റുക. ആജീവിക മതത്തിനെക്കുറിച്ചുള്ള കൂടുതൽ റെഫറൻസ് നമുക്ക് കാണാൻ പറ്റുക. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്രത്തോളം നമുക്ക് ഇതിൻ്റെ വ്യാപ്തി അപാരമാണ്. ആനയാണ് അവരുടെ പ്രധാനപ്പെട്ട ചിഹ്നം. ഗണപതിക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം ഈ ആജീവിക മതമാണെന്ന് പറയും. അത് വേറൊരു വിഷയമായതുകൊണ്ട് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഏതായാലും ഈ നിയതിവാദത്തിൻ്റെ വീക്ഷണം അനുസരിച്ച് കർമ്മവും കർമ്മഫലവും ഒന്നും വിധിയെ സംബന്ധിച്ച് പ്രസക്തമല്ല. വിധിയെ സംബന്ധിച്ച് കർമ്മം നല്ലതാണോ മോശമാണോ എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും എന്ന് പറയുന്നൊരു സംഗതി തന്നെയാണ്. അപ്പോൾ എന്നാൽ നളൻ്റെ വിധിസങ്കല്പം അതല്ല. ഇതിനു പ്രതിക്രിയയോ വിധി തന്നെ തവ ചെയ്യും എന്ന് നളൻ ഒന്നാം ദിവസത്തിൽ ഹംസത്തോട് പറയുന്ന ഓർക്കാം. അതുപോലെ തന്നെ കർമ്മത്തിന് ഉചിതമായ ഫലത്തിൽ നളൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെയും താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് വിധിയന്ത്രത്തിരിപ്പിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ കലിയുടെ സാന്നിധ്യം നളൻ തന്നെ സംശയിക്കുന്നില്ല. കലിയുടെ പ്രസൻസ് തന്നിലുള്ളതുകൊണ്ടാണോ നളൻ പോലും സംശയിക്കുന്നില്ല. രണ്ടാം ദിവസത്തിൽ പക്ഷികളുടെ രൂപത്തിൽ വന്ന് കലി തന്നെ അറിയിക്കുന്നുണ്ടല്ലോ, വിരവിൽ നിന്നെ ചതിച്ച വിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. അപ്പോൾ തങ്ങൾ കലിദ്വാപരന്മാരാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, പകരം ചൂതുകളാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ കലിദ്വാപരന്മാരാണെന്ന് നളനോട് നേരത്തെ രണ്ടാം ദിവസത്തിലും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതായത് കർമ്മവും കർമ്മഫലവും എല്ലാം വിധിയിൽ ആരോപിക്കുന്നെങ്കിലും ദുഷ്കർമ്മത്തിന് തന്നെ പ്രേരിപ്പിച്ച ശക്തി ഏത് എന്ന് നളൻ ആലോചിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഭഗവത്ഗീതയിലെ ഒരു പ്രധാന സന്ദർഭം ഓർമ്മ വരും. എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അല്ലേ? ദാരുണമായൊരു ചോദ്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. അധകേന പ്രയുക്തോയം, ആരാൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടാണ് പാപം ചരതി, മനുഷ്യർ പാപം ചെയ്യുന്നത്, പുരുഷന്മാർ മനുഷ്യർ പാപം ചെയ്യുന്നത് എങ്ങനെ? അനിച്ഛന്നപി, ആഗ്രഹിച്ചിട്ടല്ല, ഒരിക്കലും ഇച്ഛിച്ചിട്ടില്ല പാപം ചെയ്യണത്, പക്ഷേ ചെയ്തു പോവുകയാണ്. അനിച്ഛന്നപി, വാർഷ്ണേയ സംബോധനയാണ്. വൃഷ്ണി വംശത്തിൽ ജനിച്ച ആളാണ് കൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് വാർഷ്ണേയ എന്ന് സംബോധന ചെയ്യുകയാണ്. അപ്പോൾ വാർഷ്ണേയ എങ്ങനെ? ബലാദിവ നിയോജിത, ബലാത്കാരേണ പിടിച്ച് തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ താൻ ഇച്ഛിച്ചില്ലെങ്കിൽ പോലും താൻ ഈ പാപം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണൻ പറയുന്ന മറുപടിയുണ്ട്. ഇവിടെ നളൻ അത്തരത്തിലുള്ളൊരു മറുപടിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉത്കണ്ഠയിലേക്ക് പോകുന്നില്ല. പകരം വിധി എന്ന് പറയുന്നൊരു ഉത്തരത്തിൽ തൃപ്തനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേവന്മാരെ വിളിച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഭൈമീപതി ദേവതയ്ക്ക് ദുഃഖം വരുത്തരുതേ, അതിസങ്കട ചാബല്യം എനിക്കരുതേ, എന്നെ അധീരനെന്നാരും അപഹസിക്കരുതേ എന്നിവയാണ് നളൻ്റെ അപേക്ഷകളായിട്ട് വരുന്നത്. അപ്പോൾ തൻ്റെ ഇപ്പോഴത്തെ ദൗർബല്യം എന്താണ്? അതിസങ്കട ചാബല്യമാണ്. അതിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. അതിനായി തൻ്റെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുകയാണ് വേണ്ടത്. അതിനായി തൻ്റെ നിലയിടമായ, അല്ലെങ്കിൽ തനിക്ക് ഇപ്പോഴത്തെ ആശ്രയസ്ഥാനമായിട്ടുള്ള വനത്തെ നഗരമായും, നഗരത്തെ അല്ലെങ്കിൽ താൻ വിട്ടുപോകുന്നതോ തന്നെ വിട്ടുകളഞ്ഞതോ ആയിട്ടുള്ള നഗരത്തെ വനമായും സങ്കല്പിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ് നളൻ എത്തിച്ചേരുന്നത്. ബോധ അബോധങ്ങളെ നേരെ തിരിച്ചിടുകയാണ് ഇവിടെ. നഗരം ഒരു ബോധത്തിൻ്റെ പ്രതീകമാണെങ്കിൽ, കാട് അബോധത്തിൻ്റെ പ്രതീകമാണെങ്കിൽ, ഇവിടെ നേരെ തിരിച്ചിടുകയാണെന്നർത്ഥം. നളൻ നാഗരികനായിരുന്നു, ഇപ്പോൾ വനവാസിയാണ്. വനം നഗരമെന്നും നഗരം വനം എന്നുമാണ് ഇപ്പോഴത്തെ തിരിച്ചറിവ്. ആ അറിവുണ്ടായത് കാടിനെ മറ്റൊന്നായി കാണാനുള്ള ശേഷി വന്നതുകൊണ്ടാണ്. അതുവരെ നഗരം അറിഞ്ഞിരുന്ന ഇടം അപ്പോൾ കാടായും അറിയുന്നു. അതും തിരിച്ചറിവാണ്, തിരിച്ച് ഉള്ള അറിവാണ്. ദേവന്മാരോടുള്ള ഭാഷണമാണല്ലോ തൊട്ട് മുൻപുള്ളത്. ആത്മവിചാരണയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിവേകമുണ്ടാകുന്നതിന് അതും കാരണമായി തീരുന്നു. എന്നാൽ കലി അപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. വിഭ്രാന്തധി എന്ന അവസ്ഥ അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ദമയന്തിയുടെ ശാപത്താൽ അത് ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ലോകപാലന്മാരെ എന്ന പദത്തിൽ വ്യക്തമാണ്. ഘോരവിപിനം നളൻ്റെ ആത്മഭാഷണമാണ് അടുത്തത്. അതായത് തന്നോട് തന്നെയുള്ള ഭാഷണം. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷണത്തിൽ ആത്മ മാത്രമല്ല അപരവുമുണ്ട്. അതായത് ഭാഷണത്തിൽ പരോക്ഷമായിട്ടുള്ളൊരു ശ്രോതാവുണ്ട്. താൻ തന്നെയാണ് ആ ശ്രോതാവ്, തൻ്റെ തന്നെ അപരമാണ് ആ ശ്രോതാവ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോഴും നമ്മുടെ അപരത്തെയാണ് കാണുന്നത്. ഈ അപരത്തെ കാണുന്നത് താനാണെന്ന് താൻ വിചാരിക്കുകയാണ്. ഈ ആത്മവും അപരവും തമ്മിലുള്ള സംഘർഷം നളചരിതത്തിൽ എത്രയോ സ്ഥലത്താണ്. ഈ വിചാരപദങ്ങളിൽ മുഴുവൻ നമുക്കത് കാണാൻ പറ്റും.
അപ്പോൾ തന്നിൽ തന്നെയുള്ള ഒരാൾ തന്നിൽ തന്നെയുള്ള മറ്റൊരാളോട് പറയുന്ന ഒരു മട്ടാണ് നളചരിതത്തിലെ ആത്മഭാഷണങ്ങൾക്ക് ഉള്ളത്. മനസ്സുകൊണ്ടറിയുന്നതിനെ അങ്ങനെ തന്നെ പുറത്ത് പറയാനാവുന്നുണ്ട് എന്നൊരർത്ഥത്തിൽ നളനായൊരു വാചകം പറയുന്നുണ്ട്. മനസാ വചസാ വിദിതം ഗതിതം, മനസാ വിദിതം വചസാ ഗതിതം എന്നുള്ള ഒരു സംഗതി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നർത്ഥം. ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ വെളിവാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്ര നാൾ പറ്റുന്നില്ലായിരുന്നു, കലങ്ങിയ മനസ്സാണ്. ഇപ്പോൾ ഈ കാടിനെ നഗരവും നഗരത്തെ കാടുമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു ശേഷി തനിക്ക് വന്നതുകൊണ്ട് ഉള്ളിൽ തോന്നുന്നത് നേരിട്ട് പുറത്തു പറയാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. നളചരിത ഭാഷകളിൽ ഇതിന് വേറൊരു മീനിങ്ങുണ്ട്. ഇത് നളചരിത ഇതിൽ വേറെ ഒരു മീനിങ് കൂടെ ഉണ്ട്. അതായത് ദുഷ്ടമൃഗങ്ങളെ സംബന്ധിച്ച് അവിടങ്ങൾ, സങ്കടങ്ങൾ, അകമേ ദുഷ്ടമൃഗങ്ങൾ അവരെക്കുറിച്ച് പറയുന്നതാണ് മനസാ വചസാ വിദിതം ഗതിതം എന്ന് ആ രീതിയിലുള്ള വ്യാഖ്യാനവുമുണ്ട്. തൽക്കാലം ഇവിടെ സ്വന്തം നളൻ്റെ തന്നെ മനസ്സിനെ സംബോധന ചെയ്യുന്ന ആ ഒരു അർത്ഥത്തിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഘോര വിപിനം എന്നാൽ എഴുപാര് ഇതാകിൽ നഗരം എന്നിങ്ങനെ നഗരത്തെ അല്ലെങ്കിൽ കൊട്ടാരത്തെ ഘോര വിപിനമായി കാണുന്നു, കാടിനെ നഗരവുമായി കാണുകയാണ്. നാരിമാരും നവരസങ്ങളും നയവും ജയവും ഭയവും വ്യയവും ഇവയൊക്കെ നാട് ഭരിക്കുന്നവരോടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട് ഭരിക്കുന്നവരെ സംബന്ധിച്ചുള്ളതാണെന്ന് അർത്ഥം. താനിപ്പോഴങ്ങനെ ഒരാളല്ല, നളൻ അങ്ങനെ ഒരു നാഗരികനല്ല ഇപ്പോൾ, പകരം കാട്ടിലാണ്. തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ആഭരണങ്ങൾ അല്ലെങ്കിൽ ആ വിശേഷണങ്ങളുടെ തൂവലുകൾ ഇതൊന്നും നളനിപ്പോഴില്ല. നളൻ ഇതൊന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ എന്താണ്, താനിപ്പോൾ അങ്ങനെ ഒരാളല്ല. ഇപ്പറഞ്ഞതൊന്നും ഇപ്പോൾ വനത്തിൽ ഏകാന്തവാസം ചെയ്യുന്ന തനിക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അവിടങ്ങൾ, സങ്കടങ്ങൾ, അവിടങ്ങൾ വെച്ചാൽ ഗുഹകൾ എന്നൊരർത്ഥമുണ്ട്, കൊട്ടാരം പ്രദേശം അല്ലെങ്കിൽ നഗര പ്രദേശം എന്നൊരർത്ഥവും വേറെയുണ്ട്. ഈ ഗുഹകൾ എന്ന അർത്ഥത്തിൽ കാടിനെയും അവിടങ്ങൾ എന്നെടുത്താൽ നാടിനെയും കുറിക്കുന്നു ആ വാക്ക്. അധികം ഭീതികരങ്ങളായ ദുഷ്ടമൃഗങ്ങൾ അവിടെയാണുള്ളത്. മനസാ വചസാ വിദിതം ഗതിതം. ദുഷ്ടമൃഗങ്ങളാണെങ്കിലും അവ ഉള്ളിലുള്ളത് അതേപടി വെളിവാക്കുന്നു. നളനെ സംബന്ധിച്ച് ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ വെളിവാക്കാനാവുന്നുണ്ട്. വളരെ സങ്കീർണമാണ് ഈ സംഭവം, പക്ഷേ വളരെ വ്യക്തമാണ്. ഇത്രയും വലിയൊരു ക്ലാസിക് വർക്ക്, ഇങ്ങനെയൊരു മനോവ്യാപാരത്തിൻ്റെ ചിത്രീകരണം അസാധ്യം. നമുക്ക് പറഞ്ഞില്ലേ, നമുക്കത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അത് ഷേക്സ്പിയറിലൊക്കെ ആയിരിക്കും, ഹാംലെറ്റിലെ ആ സോളിലോക്കീസൊക്കെ ആയിരിക്കും നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റുക. ഇനിയാണ് പ്രധാനപ്പെട്ട തിരിച്ചറിവ്. ലോകപാലന്മാരെ എന്ന പദത്തിൽ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നൽകിയത് വിധിയാണ് എന്ന് കരുതിയ നളന് വീണ്ടും വിചാരമുണ്ടാകുന്നു. കാമാദികൾ തന്നെ നനച്ചാൽ ഭീമാകൃതിധാരികൾ വൈരികൾ. ഇവിടെയാണ് നളൻ തിരിച്ചറിയുന്നത് തൻ്റെ ശത്രുക്കൾ കാമാദികൾ തന്നെയാണ്. ഈ കാമാദികൾ തന്നെയാണ് ഭീമാകൃതിധാരികളായിട്ടുള്ള വൈരികളായി മാറുന്നത്. ശത്രു തനിക്ക് പുറത്തല്ല, തൻ്റെ ഉള്ളിൽ തന്നെയാണ്. നാരിമാരും നവരസങ്ങളും നയവും ജയവും ഭയവും വ്യയവും ഒക്കെയുള്ള ഈ സ്ഥലം, അത് അവിടെ തന്നെയാണ് കാമാദികളും ഉള്ളത്. അതായത് നാഗരികനായിരുന്ന തൻ്റെ ഉള്ളിലാണ് കാമാദികൾ ഉള്ളത്. അവയാണ് ഭീമാകൃതിധാരികളായുള്ള വൈരികളാകുന്നത്. അവയാണ് തൻ്റെ ദുരിതങ്ങൾക്ക് ഹേതുവായി തീരുന്നത്. കാമാദികളാണ് തൻ്റെ ശത്രു എന്ന് ഈ സമയത്ത് നളൻ തിരിച്ചറിയുന്നു. നേരത്തെ ഞാൻ ചോദ്യം അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ എന്നുള്ള ചോദ്യത്തിന് കൃഷ്ണൻ പറയുന്ന മറുപടി ഇതാണ്. കാമ ഏഷ ക്രോധ ഏഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. രജോഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചതും എത്ര വിഷയഭോഗം കൊണ്ട് തൃപ്തി വരാത്തതും പാപപരിപൂർണവുമായ ഈ കാമം, ഈ ക്രോധം, അതാണ് ഇവിടെ ശത്രു. ഇതിനെ നിനക്ക് ശത്രു എന്നറിയുക. ഇതാണ് തൻ്റെ ശത്രു എന്ന് നളൻ തിരിച്ചറിയുന്നത് ഈ ഘോരവിപിനം എന്ന് പറയുന്ന ആ പദത്തിലാണ്. ഗീതയിൽ വരുന്ന ഈ ദർശനം തന്നെ അത് നമുക്കിവിടെ നളൻ്റെ കാര്യത്തിന് പ്രസക്തമാണെന്ന് കാണാം. കാമം തന്നെയാണ് സർവ്വലോകത്തിൻ്റെ ശത്രു. അത് കാരണമാണ് ജീവികൾക്ക് സർവ്വ അനർത്ഥവും വന്നു ചേരുന്നത്. ആ കാമത്തിന് പ്രതിബന്ധം നേരിട്ടാൽ അത് ക്രോധമായി പരിണമിക്കുന്നു. അതുകൊണ്ട് ക്രോധവും കാമം തന്നെയാകുന്നു. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമാണ് ഗീതാഭാഷ്യം. കാമ ഏഷ സർവ്വലോക ശത്രു തന്നിമിത്തം സർവാനർത്ഥപ്രാപ്തി. പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. ഇതാണ് അതിൻ്റെ ആശയം. കാമക്രോധങ്ങൾ കലിയുടെ സൈന്യമായതുകൊണ്ട് തന്നെ നളൻ തന്നിലെ കലിബാധ പരോക്ഷമായി തിരിച്ചറിയുന്നു. ദുഃഖകാരണം അറിയുന്നതോടെ മനസ്സിന് തെളിച്ചമുണ്ടാകുന്നു. അത് അടുത്ത ചരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സരസങ്ങളായ വള്ളിക്കുടിലുകൾ, ഗഹനങ്ങൾ, ശോഭനങ്ങളായ സദനങ്ങളും സാധുസഭാതലങ്ങളുമായി മാറുന്നു. സജലയും സശിലയുമായിട്ടുള്ള തടിനി ജനനി തന്നെയായിട്ട് മാറുന്നു. അതും വളരെ കോംപ്ലിക്കേഷനാണ്. സജല സശില തടിനി ജനനി എന്നാണ് പറയുന്നത്. നദിയെ അമ്മയായിട്ട് കാണുന്നു, പക്ഷേ സജല ജലത്തോടു കൂടിയവളാണ്. അത് നമുക്കറിയാം, ആർദ്രത, കാരുണ്യം എന്നൊക്കെ വേഗം തിരിച്ചറിയാം. പക്ഷേ സശില, ഇവിടെ നമുക്ക് എടശ്ശേരിയുടെ കവിത തന്നെ എടുക്കേണ്ടി വരും. മാറിലമ്മിഞ്ഞയും കയ്യിൽ കൊടുങ്കൊലവാളുമണിഞ്ഞൊരു മൂർത്തി കാവിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി വാണിടുന്നുണ്ട് അയാൾക്കുള്ളിൽ എന്ന് മലയാളി എന്നൊരു കവിതയിൽ എടശ്ശേരി പറയുന്നുണ്ട്.
ഒരേ സമയത്ത് ക്രൂരയാണ് കുപിതയാണ് തങ്ങളുടെ ദേവി, അതേസമയത്ത് കാരുണ്യമൂർത്തിയായിട്ടുള്ള നീലമേഘശ്യാമളതയുമാണ് തങ്ങളുടെ ദേവി എന്ന് പറയുന്ന ആ ഒരു അമ്മ സങ്കല്പം ഇവിടെ വരിക. പ്രകൃതി തന്നെയാണ് ഇവിടെ അമ്മ. നമുക്കറിയാം പ്രകൃതി നന്മതിന്മകൾ ഇടകലർന്നിട്ടാണ് നിൽക്കുക. ഇതുതന്നെ രോഷവും കാരുണ്യവുമായിട്ട് നമ്മൾ വിചാരിക്കാറുണ്ട്. ഏതായാലും ഈ പ്രകൃതിയോട് ഇത്രത്തോളം ഇണങ്ങുന്ന വാസ്തവത്തിലറിയാമല്ലോ, പ്രകൃതിയോട് അത്രത്തോളം ചേരുമ്പോൾ ഒരാൾ അയാളുടേതായിട്ടുള്ള മാനുഷികമായ ബോധതലത്തിനപ്പുറം പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു അബോധ തലത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഘോര വിപിനത്തിലൂടെ നളൻ്റെ ഒരു അബോധ മനസ്സിലേക്ക്, അതിൻ്റെ ആ കാട്ടിലേക്ക്, ആ കാടിനെ യാഥാർത്ഥ്യം എന്നുള്ളതിലേക്ക് തിരിച്ചറിയുന്നൊരവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്നത്. അവിടെയാണ് ഞാൻ ഈ കഥകളിൽ ഈ രംഗം കാണുമ്പോഴൊക്കെ വല്ലാതെ ഒരു തരം വിഭ്രമത്തിൽ അല്ലെങ്കിൽ ആ വിഭ്രമത്തിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാർക്കോടകൻ്റെ ആ വരവ്, കാട്ടുതീ ഇങ്ങനെ കത്തിക്കുന്നു, ആ സമയത്ത് ഈ പ്രത്യേക രീതിയിലുള്ള തിരനോക്കിന് ശേഷം ആ കാട്ടുതീക്കുള്ളിൽ ഇത് കാണുന്നു. അതേസമയത്ത് ഭൈരവരാഗത്തിൽ അന്തികയെ വന്നിടാണെന്നുള്ള ആ പദത്തിൻ്റെ അവതരണം വല്ലാത്തൊരവസ്ഥയാണ്. ഈ പറഞ്ഞൊരു ഈ ഒരു അബോധം, ഒരബോധത്തെ സ്റ്റേജിൽ വെളിവാക്കിയതുപോലെ, ഒരു അരങ്ങിൽ വെളിവാക്കിയതുപോലെ അനുഭവമാണ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഇവിടെ. ഏതായാലും ഇതോടുകൂടി താൻ പാപദോഷങ്ങളിൽ നിന്ന് മുക്തനായി എന്നാണ് വിചാരിക്കുന്നു. ഇവിടെയും കാരണത്തെ തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ കർമ്മകാരണത്തെ തിരിച്ചറിയാനായിട്ട് ഇവിടെ എന്താണ്, വിധിയാണ് സഹായിക്കുന്നത്. നമുക്കറിയാം ഈ കഥയൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് കാർക്കോടകൻ അവിടെ വന്ന് നിൽക്കുന്നത്. നമുക്കറിയാം നിന്നുദന്തം ഭൈമീജാനെ നിഖിലവും ഞാൻ അറിഞ്ഞാനെ എന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല പോക്കും അഴൽ നളനി തന്ന് മോക്ഷവഴി അരുളി. പിന്നെ ഈ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ നേരത്തെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അവിടെ നാരദനാണ് നമ്മുടെ നടയരുത് 1-ാം ദിവസം ഈ പറഞ്ഞ സംഗതിക്കൊക്കെ സൂത്രധാരനായിട്ട് വന്ന ഈ നാരദനാണ് അവിടെയും ഈ കഥ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങേയറ്റം വരെ സംവിധാനം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത്. വല്ലാത്തൊരു കഥയാണിത്. അപ്പോഴാണ് ഈ കാടിൻ്റെ അനുഭവം, കാടുമായി താതാത്മ്യപ്പെട്ട നളൻ്റെ മുന്നിലാണ് കാട്ടുതീയിൽ വേവുന്ന നിലയിൽ കാർക്കോടകൻ പ്രത്യക്ഷപ്പെടുന്നത്. അഷ്ടനാഗങ്ങളിലൊന്നാണ് കാർക്കോടകൻ. അതിൻ്റെ ദിവ്യത്വമുണ്ട് തീർച്ചയായിട്ടും. കാട്ടുതീയും കാർക്കോടകനും കൂടി വരുമ്പോഴാണ് കാടിൻ്റെ അനുഭവം പൂർണ്ണമാകുന്നത്. കാർക്കോടകൻ്റെ വിലാപത്തിൽ തന്നെ ഉള്ള സംഗതികൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഏതായാലും ഇവിടെ എന്താണ്, കാർക്കോടകനും വിധിയെക്കുറിച്ചിട്ടാണ്. ഇതുവരെ നിയതിവാദത്തിൻ്റെ ആ ഒരു ആശയമാണ് പലപ്പോഴും കാർക്കോടകൻ വലുതഹോ വിധി ജഗതി എന്നുള്ള രീതിയിൽ അദ്ദേഹവും വിവരിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ പറയാം, അധികം സമയം എടുക്കുന്നില്ല. നളൻ്റെ വന അനുഭവത്തിൻ്റെ ആഴത്തിലുള്ള പൂർത്തീകരണമാണ് കാർക്കോടകനുമായുള്ള സംവാദത്തിലൂടെ സംഭവിക്കുന്നത്. വനം ഘോരവും ഗഹനവും നിഗൂഢവുമാണ്, എങ്കിലും അതിന് ഉള്ളിലുള്ളതും പുറത്ത് കാണിക്കാനുള്ള ആർജവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മനസാ വചസാ വിദിതം ഗതിതം എന്ന് പറയുന്നൊരവസ്ഥയുള്ളത്. കാമാദികളുള്ളത് നഗരജീവിതത്തിലാണ്. അതുകൊണ്ട് നാരിമാരും നവരസങ്ങളും ഒക്കെ അവിടെയാണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കാമാദികൾ, കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ ഉള്ളത്. അതാണ് കലിയുടെ സൈന്യം. ആദ്യം അത് കാമദേവൻ എന്ന് വിചാരിച്ച സംഭവമാണ് പിന്നീട് കലിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അല്ല, ആ പ്രതീക കൽപ്പനയുടെ ഒരു സൗന്ദര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാമാദികളുടെ പ്രതിരൂപമാണ് കലി. കാമക്രോധാദികളാണ് വൈരികളെന്ന മുന്നറിവിനെ പൂരിപ്പിക്കുന്ന വിധത്തിൽ അതിന് കാരണരൂപനായ കലിയാണ് തൻ്റെ അഴലിന് മൂലം എന്ന വ്യക്തമായ തിരിച്ചറിവ് കാർക്കോടകനിൽ നിന്നാണ് ലഭിക്കുന്നത്. നിന്നഴൽക്ക് മൂലം കലി എന്ന് കാർക്കോടകൻ പറയുന്നുണ്ടല്ലോ. കലിവിഷം കാർക്കോടക വിഷത്തിൽ ദഹിച്ചു തുടങ്ങുകയാണ്. ഒരു വിഷത്തിനെ അടക്കാനായിട്ട് മറ്റൊരു വിഷം തന്നെയാണ്. പിന്നീട് ബാഹുക രൂപത്തിലാണെങ്കിലും നാഗരിക ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയാണ് നളൻ. തൻ്റെ ഇവിടം തൊട്ട് നേരെ തിരിച്ചുള്ള യാത്രയാണ്. ഈ കാർക്കോടകനിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കഥ വിസ്തരിക്കേണ്ട കാര്യമാണ്, നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞാൽ എന്താണ്, കാർക്കോടക ദംശനത്തിന് ശേഷം ഇതേപോലെ ഈ വസ്ത്രങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചതിന് ശേഷമുള്ള തിരിച്ചുള്ള വരവ്, അത് തീർച്ചയായിട്ടും നളൻ്റെ തന്നെ തിരിച്ചുള്ള നാഗരിക ജീവിതത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. തൻ്റെ ദുരന്തത്തിന് കാരണമായി തീർന്ന കാമാദികളായ വൈരികളെക്കുറിച്ചും അവയുടെ മൂർത്തിയായ കലിയെക്കുറിച്ചുമുള്ള ബോധ്യത്തോടെയാണ് ഈ മടക്കയാത്ര. കഥാസരിസാഗരത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഹ്രസ്വബാഹു എന്നുള്ള പേരിലാണ് നളൻ ഋതുവർണ്ണൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നത്. കാർക്കോടകൻ നൽകുന്ന വസ്ത്രങ്ങൾക്ക് അതിൽ അഗ്നിശൗചം എന്നൊരു പേര് കാണാം. അത് ഈ കഥാസരിസാഗരത്തിലാണ് ആ റെഫറൻസ് കണ്ടത്. ഋതുവർണ്ണനെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം തന്നെ ശ്രദ്ധേയമാണ്. അത് സാധുതയവനേ എന്നീ മഹിയിലുള്ളൂ. ആ സാധുത എന്നുള്ള വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. സാധുവാണ് എന്ന് പറഞ്ഞാൽ നല്ലവനാണെന്ന് അർത്ഥമുണ്ട്, അതേസമയത്ത് തന്നെ ഒരു പാവമാണ്. പാവം എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ എളുപ്പമുള്ള ഒരാളെ നമ്മൾ എന്ത് പറയും, സാധു എന്ന് പറയും. ഈ അർത്ഥം പോലും അവിടെ യോജിക്കുന്ന തരത്തിലാണ്, ഈ പറഞ്ഞ വിശേഷണത്തെ പൂരിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് എപ്പോഴും നളചരിതത്തിൽ ഋതുവർണ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്.
ഋതുവർണ്ണം ബാഹുകൻ അഭയം നൽകുന്നു. ബാഹുകൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ജീവനവാർഷണയന്മാരെ ഇവർ നല്ല സൗജന്യവാരിധികൾ എന്ന് ആദ്യം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ദ്രുതതരഗതി മമ കുതിരകൾക്കേതും പോരാ, അതിനിരുവർക്കുമില്ല ചതുരതയും എന്ന് അവരെ കുറ്റം പറയാനും യാതൊരു മടിയില്ല. ആദ്യം പരിചയപ്പെട്ടേ ഉള്ളൂ ഈ ബാഹുകനെ. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. എന്നിങ്ങനെ ബാഹുകനോട് മനസ്സ് തുറക്കുന്ന ഒരു ഉദാഹരണം ഇവിടെ ഗ്രീക്ക് ദുരന്ത നാടകങ്ങളിൽ കാണാറുള്ള ഈ ഡ്രാമാറ്റിക് ഐറണിയുടെ സാന്നിധ്യമുണ്ട്. അതായത് ഒരു കഥാപാത്രത്തോട് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ ആ കാഴ്ചക്കാർക്കറിയാം എന്താണ് സംഭവിക്കുന്നത്, പക്ഷേ കഥാപാത്രങ്ങൾക്കറിയില്ല അവർ പറയുന്നത് എന്ത് എന്നുള്ളൊരു കാര്യം. അത്തരത്തിലാണ്. ഏതായാലും 4-ാം ദിവസത്തിൽ ഋതുവർണ്ണൻ്റെ ചില വിശേഷങ്ങളുള്ളത് നമുക്കറിയാം. മധുനേർവാണി പാണിഗ്രഹണ കുതകവേഗാത് പുളകിതരൂപൻ മണിഭൂഷണമണിഞ്ഞുമെയ്യിൽ മണിചിലയും അമ്പും കയ്യിൽ മനമനങ്ക ശരതിയിൽ മറുകി ആധിയിൽ വനിത. ഇങ്ങനെ പോകുന്ന ആ ഒരു വർണ്ണനയുണ്ട്. അതിൽ ഋതുവർണ്ണൻ്റെ ചില വിശേഷണങ്ങളുണ്ട്. ദർപ്പിത വിരോധി കാലൻ ദർപ്പക വിലുപ്ത ശീലൻ, ദർപ്പകനാൽ വിലുപ്തമായ ശീലത്തോടു കൂടിയവൻ. കാമദേവൻ പ്രവർത്തിച്ചതുകൊണ്ട് എന്താണ് വകതിരിവ് നഷ്ടപ്പെട്ടു പോയ ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അതുപോലെ ദർപ്പണ ദർശന ലോലൻ, രസമുള്ളൊരു വിശേഷണമാണ്. കണ്ണാടി നോക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ ദർപ്പണത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഋതുവർണ്ണത ശരിക്കുള്ളൊരു വിനോദം എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വിശേഷണങ്ങളിലൂടെ ഋതുവർണ്ണനെ ഒരു അപരമായി സങ്കല്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള ഈ ഋതുവർണ്ണൻ സേവകരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, സ്വയം രസികൻ എന്ന വിലയിരുത്തൽ, അറിയാലോ എന്താണ് വസവസസൂത എന്നുള്ള പദത്തിൽ തന്നെയുണ്ട്. അതുപോലെ വീരനെങ്കിലും സ്വന്തം കാമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എന്നിവയിലൂടെ മധ്യകാല കേരളത്തിലൊരു നാടുവാഴിയുടെയോ ജന്മിയുടെയോ ഒരു മട്ടാണ് നമുക്ക് ഋതുവർണ്ണനിൽ കാണാൻ തോന്നുന്നത്. നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ഈ സ്ത്രീലമ്പടന്മാരായിട്ടുള്ള അതേസമയത്ത് തന്നെ ഇതേപോലെ ധനികരായിട്ടുള്ള ഇങ്ങനെയുള്ള വിചാരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മടി കാണിക്കാത്ത, അതേസമയത്ത് പലപ്പോഴും വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ജന്മിയായിട്ടാണ് ആ ഒരു ജർമ്മനിയുടെ ഒരു പ്രതിരൂപം നമുക്ക് ഋതുവർണ്ണനിൽ കാണാൻ പറ്റും. 19-ാം നൂറ്റാണ്ടിനൊടുവിലുണ്ടായ ഇന്ദിലേഖയിലെ സൂര്യനമ്പൂരിപ്പാട്ടിലേക്ക് ഋതുവർണ്ണനിൽ നിന്ന് ഒരുപാട് ദൂരമില്ല. കഥകളി പ്രിയനായ ചന്തുമേനോൻ കഥകളി ഭ്രാന്തനായ സൂര്യനമ്പൂരിയെ സൃഷ്ടിച്ചതിന് ഉണ്ണായി വാര്യരുടെ ഋതുവർണ്ണൻ ഒരു മാതൃകയായിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും തൻ്റെ ദുരന്തത്തിന് ഹേതുവായ കാമാദികളെ നളൻ അഥവാ ബാഹുകൻ വീണ്ടും ദർശിക്കുന്നത് ഋതുവർണ്ണനിലാണ്. തൻ്റെ ദോഷം കാമമാണെന്ന് തിരിച്ചറിഞ്ഞ നേരത്തെ അത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഋതുവർണ്ണനിലാണ്. അവിടെ ഒരു പക്ഷേ ഒരു വലിയ ദുരന്തകാരനായിട്ടൊന്നുമല്ല, പകരം ഒരു വിഡ്ഢിത്വത്തിൻ്റെ ഒരു തരത്തിലാണത് നിൽക്കുന്നത്. അവിടെ ശൃംഗാരമല്ല, അവിടെ ഒരു പരിഹാസ്യമായ നിലയിലേക്ക് താഴുകയാണ്. ശൃംഗാരമല്ല, ശൃംഗാരാഭാസമാണ് അവിടുത്തെ രസം. രസികൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഋതുവർണ്ണൻ്റെ വൈകാരിക നില അതാണ്. അറിയാലോ, ഒരു ഏകപക്ഷീയമായ പ്രണയം ആണ് ഇവിടെ ഉള്ളത്. അവിടെ അത് ശൃംഗാരാഭാസമാണ്, ശൃംഗാരമല്ല, പകരം ശൃംഗാരാഭാസം ആണ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയാണ്. അതുപോലെ വിജനേപത എന്നുള്ള പദത്തിലായാലും അത് നളൻ്റെ വിലാപമാണ്. ഇതിനാധാരമായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ കാണുന്ന ഒരു ശ്ലോകം ഇതാണ്: സവൈ തത്രാവസത് രാജ വൈദർഭീം അനുചിന്തയൻ സായം സായം സദാ ചേമം ശ്ലോകമേകം ജഗാദഹ ക്വനുസ ക്ഷുത്പിപാസാർത്ത ശ്രാന്താശേതേ തപസ്വിനി സ്മരന്തി തസ്യ മന്ദസ്യ കം വാ സ്യാദോപതിഷ്ഠതി. അത് കുഞ്ഞുടെ തമ്പുരാൻ തർജ്ജമ ഇങ്ങനെയാണ്: അന്തിക്ക് പതിവായിട്ടി ശ്ലോകമെന്ന് ഓതുമായവൻ. അടുത്ത ശ്ലോകം ഏതാണ്? പൈതാഹമായി തളർന്നോളാ പാവമെങ്ങ് കിടന്നിതോ, പൈതാഹമായി തളർന്നോളാ പാവമെങ്ങ് കിടന്നിതോ, ആ മന്ദനെ സ്മരിച്ചും കൊണ്ട് ആരെ സേവിച്ചിടുന്നിതോ. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മഹാഭാരതത്തിൽ തന്നെ സ്വൈരവചനം സ്വകൃത രചനം എന്നുള്ള മട്ടിലാണ് വരുന്നത്. സ്വയം ഒരു കൃതി, ഒരു ശ്ലോകം തന്നെയാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് അത് കോട്ട് ചെയ്ത് പറഞ്ഞത്. സായം സായം സദാ ചേമം ശ്ലോകമേകം ജഗാദഹ എന്നാണ് പറയുന്നത്. ഒരു ശ്ലോകം നളൻ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ആശയം ഇതാണ്: പൈതാഹമായി തളർന്നോളായിട്ടുള്ള ആ പാവം അവളെങ്ങനെയാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ദമയന്തിയുടെ കഥയാണ് സൂചിപ്പിക്കുന്നത്. അറിയാം, ആ മന്ദനെ സ്മരിച്ചും കൊണ്ട് ആരെ സേവിച്ചിടുന്നിതോ. ആ മന്ദനെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെപ്പറ്റി തന്നെയാണെന്ന് നമുക്കറിയാം. അറിയാലോ, ഫസ്റ്റ് പേഴ്സണിൽ നടന്ന ഒരു സംഭവത്തിനെ തേർഡ് പേഴ്സണിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരാളായിട്ട് അതിനെ കാണുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിച്ച ഒരു സാർവലൗകിക അനുഭവമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ്. ഈ രീതിയിലാണ് ഈ ശ്ലോകം അവിടെ വരുന്നത്. ഇതിൻ്റെ വിപുലനമാണ് വാസ്തവത്തിൽ വിജനേപത. പക്ഷേ വിജനേപത ഇതേപോലെയല്ല, പകരം അത് ഒരു ആത്മാവിഷ്കാരം തന്നെയാണ്. അത് പെട്ടെന്ന് സ്വൈരവചനം സ്വകൃതരചനം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ആകുന്നത് ജീവനൻ ഇത് കേൾക്കുമ്പോൾ മാത്രമാണ്. ജീവനൻ പറയുന്നുണ്ട്, എന്താണ് യത്കൃതേ നിശി നിശി എന്ന് പറയുന്നുണ്ട്, രാത്രി തോറും നീ വിലപിക്കുന്നുണ്ട്. പക്ഷേ അത്
ഈ വിജനേപതയുടെ ആ വിലാപം മുഴുവനാവണമെന്നില്ല, ഒരു വളെ ഓർത്തുകൊണ്ട് വിലപിക്കുന്ന ഒരു സംഗതിയാണ് അത്. ഒരിക്കലത് കേട്ടിട്ട് ജീവലൻ പ്രതികരിച്ചു എന്നുള്ള നിലയ്ക്കാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും എന്താണ്, ഇവിടെ കുറച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആശയത്തിൻ്റെ വിപുലനമാണ് വിജനേപത എന്ന പദം. എന്നാലും അതിൽ സ്വാനുഭവത്തെ മറച്ചുള്ള അപരകൽപ്പനയില്ല, സ്വാഭാവികമായ വിലാപമാണത്. വാങ്മയ കൗമുദീയം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വാങ്മയ കൗമുദി ആയതുകൊണ്ട് കാവ്യ സ്വഭാവം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാനുഭവത്തിൻ്റെ മട്ടിൽ തന്നെയാണ് പദം. നീയുണർ നിന്ദുവദനെ എന്നു പൂൺമൻ ഇന്ദ്രകാമ്യ മുടലഹം, ഇങ്ങനെ നേരിട്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച കാര്യം തൻ്റെ തന്നെ കാമുകിയോട്, ഭാര്യയോട്, പ്രണയിനിയോട് പറയുന്ന തരത്തിലാണ് ഇതിൽ സംബോധനകൾ മുഴുവൻ വരുന്നത്. അപ്പോൾ ഈ വിലാപം രാത്രികളിൽ പതിവായിട്ട് കേട്ടിട്ടുണ്ടെന്നുള്ളത് സൂചന ജീവലൻ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ സവിചാരം നിയതം പരിദേവിതം യത്കൃതയെ നിശി എന്ന് പറയുന്നുണ്ട്, രാത്രി തോറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം ആദ്യം ഒരു ശ്ലോകം ആണ് മഹാഭാരതത്തിലത്, അത് തേർഡ് പേഴ്സണിലാണ്, വേറെ ആർക്കോ സംഭവിച്ചതുപോലെ ആണ് ആ ശ്ലോകം. പക്ഷേ ഇവിടെ അത് ഫസ്റ്റ് പേഴ്സണിലാണ്. ആ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്നർത്ഥം. ഏതായാലും എന്താണ്, ഞാൻ നീ എന്ന മറ്റുള്ള ഈ വിലാപം കേട്ടതുകൊണ്ടാണ് ജീവലൻ നീയും നിന്നുടെ തരുണിയും എന്ന് ബാഹുകൻ്റെ അനുഭവമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുന്നത്. മറ്റൊരാളുടെ കഥയല്ല, സ്വാനുഭവം തന്നെയാണ് ബാഹുകൻ പറയുന്നത് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ജീവലൻ സൂചിപ്പിക്കുകയാണ്. ഉടൻ തന്നെ കഥയിലും ഉത്തമപുരുഷാഖ്യാനത്തിൻ്റെ രീതിയിൽ വിലാപമാകാമെന്ന സാധ്യതയെ മുൻനിർത്തി അവൻ എന്നോ നീ എന്നോ നേരിട്ട് സൂചിപ്പിക്കാതെ സ്മയവാനോ ധൃതിമാനോ എന്ന രീതിയിൽ ചോദ്യം മുഴുവനാക്കുന്നു. വെടിഞ്ഞാനോ നടന്നാനോ എന്ന് പ്രഥമപുരുഷ രീതിയിൽ മറ്റൊരാളെന്ന സൂചനയുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ഈ സംഭവം, ഞാനത് അധികം വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്. പറയാൻ ശ്രമിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നടന്നാനോ വെടിഞ്ഞാനോ എന്ന് ചോദിക്കുമ്പോഴേക്കും നടന്നാൻ വെടിഞ്ഞാൻ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പേഴ്സണിലാണ്, തേർഡ് പേഴ്സണിലാണ്, വേറൊരാൾ ചെയ്തതുപോലെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ നീയും നിന്നുടെ തരുണിയെന്ന് ആദ്യം പറയുന്നു, എന്നിട്ട് വെടിഞ്ഞാനോ നടന്നാനോ എന്നുള്ളിടത്ത് മറ്റൊരാൾ ചെയ്തതുപോലത്തെ രീതി സൂചിപ്പിക്കുന്നു. പിന്നെ നീതാനെ പിന്നെ കിടന്ന് അത് നിനച്ചഴൽ വഹസി വിലപസി എന്ന് ഇയാളോട് വീണ്ടും പറയുന്നു. അതായത് ഞാനെന്നും അവനെന്നും അല്ലെങ്കിൽ നീ എന്നും അവനെന്നും ഉള്ള രണ്ട് തരത്തിൽ എന്താണ് വരുന്ന രീതിയിലാണ് ഇവിടെ ഈ ജീവനൻ്റെ മറുപടി പദം. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ സംഭവം. പക്ഷേ അതെന്താണ്, എന്നിട്ട് നീ തന്നെ അതോർത്ത് അഴൽ വഹിച്ച് വിലപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഏതായാലും കഥയുടെ ബാക്കി വിലാപത്തിൽ നിറഞ്ഞതുപോലെയാണ് ജീവനൻ്റെ ചോദ്യം. ഉപേക്ഷിച്ച കാര്യം ബാഹുകൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ജീവനൻ്റെ ചോദ്യത്തിന് നേരെയുള്ള മറുപടി പറയാതെ ബാഹുകൻ താൻ പറഞ്ഞു വന്ന കഥ തുടരുകയാണ്. സമ്പത്ത് കൊണ്ട് നിറഞ്ഞ വീട് ദൂരെ വെടിഞ്ഞ് ധാരാളം ദുഷ്ടമൃഗ സമൂഹങ്ങളുടെ വനത്തിലെത്തിയ ആ നാരിയാകട്ടെ വ്യാമോഹത്തോടെ കാന്തദേഹത്തെ കൈവിട്ടില്ല എന്ന് ആ കഥയുടെ പൂർത്തീകരണം നടത്തുകയാണ്. കൈവിടാഞ്ഞാൾ എന്ന് ദീപിക, കൈവെടിഞ്ഞാൾ എന്ന് മറ്റു പാഠങ്ങൾ. തീർച്ചയായിട്ടും കൈവിടാഞ്ഞാൾ എന്നുള്ള പാഠമാണ് കൂടുതൽ നല്ലത്. കാരണം നളൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണല്ലോ. കൈവെടിയല്ല ചെയ്തത്, ദമയന്തി നളനെ വെടിഞ്ഞു എന്നാകും ഈ ഭാഗം. ഈ ഇപ്പോഴത്തെ നളചരിത വ്യാഖ്യാനങ്ങൾ, ദീപിക ഒഴിച്ചുള്ള വ്യാഖ്യാനങ്ങളുടെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതങ്ങനെയല്ലോ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ കൈവിടാഞ്ഞാൾ എന്നുള്ള പാഠമാണ് കൂടുതൽ നല്ലത്. സമ്പത്ത് ഇനിയുമുണ്ടാകും എന്നവൾ ഊഹിക്കുകയാണ്. അമ്മട്ടിലായിരുന്നു പരസ്പരമുള്ള സ്നേഹം എന്ന് വിശദീകരിക്കുകയാണ്. ആ കഥയുടെ തുടർച്ച വിശദീകരിക്കുകയാണ്. അതായത് നീയും നിന്നുടെ തരുണിയും പലർ കൂടി തളർച്ചടി എന്ന ആ ചോദിക്കുന്നതിന് മറുപടിയായിട്ട് ഇവിടെ ജീവനൻ്റെ മറുപടി ശ്രദ്ധിക്കുന്നില്ല, പകരം ആ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം എങ്ങനെയായിരുന്നു എന്ന് ബാഹുകൻ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള പദത്തിലും ഇതേപോലെ തന്നെ ദീപികാപാഠവും മറ്റു പാഠങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ദീപികാപാഠം അനുസരിച്ച് ജീവനൻ്റെ പദം ഈവണ്ണം അവർ വാണുദാവം എന്നാണ്. അതിൻ്റെ ആശയം ഇങ്ങനെ അവർ കാട്ടിൽ കഴിഞ്ഞു അല്ലേ. ഓർത്താൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിധിയുടെ പ്രഭാവം. അത് അറിയാനും പറയാനും അനന്തനു പോലും കഴിവുണ്ടോ, ഭണവാനും കഴിവുണ്ടോ എന്നാണല്ലോ. മറിമാനും സിംഹവും എട്ടടിമാനും നിറഞ്ഞ വനത്തിലെ വാസത്തിൽ വിലാസത്തോടെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവനുമായുള്ള നിൻ്റെ സംബന്ധങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത്രയും നേരവും പറഞ്ഞത് ബാഹുകൻ സ്വന്തം കഥ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം ചോദിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാഹുകൻ ആവർത്തിച്ച് വേറൊരാളുടെ കഥയാണെന്നുള്ള രീതിയിൽ ബാഹുകൻ തുടരുന്നു. ആ സമയത്ത് വേറൊരാളാണെന്ന സൂചനയോടുകൂടി തന്നെ സ്വന്തം കഥയും കൂടി ആണെന്നുള്ള തരത്തിൽ ജീവലൻ തിരിച്ചു ചോദിക്കുന്നു. ഇവിടെ എന്താണ് ബാഹുകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേറൊരാളുടെ കഥ, ആ അയാളുമായിട്ട് നിനക്കുള്ള ബന്ധം എന്താണ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ഇവിടെ ജീവലൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ രീതിയിലാണ് ഈ വളരെ വിദഗ്ധമായിട്ടാണ് ഉണ്ണാവാര്യർ ഈ പ്രശ്നം ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവൻ അവിടെ കാട്ടിൽ ഇങ്ങനെ കാട്ടിലിങ്ങനെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീയുമായിട്ടുള്ള ബന്ധമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത്
ആദ്യം ബാഹുകൻ പറഞ്ഞല്ലോ, താനല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇയാളെ ഏതെങ്കിലും തരത്തിൽ പരിചയം ഉണ്ടാവും. ഈ കഥയിലെ നായകനെയും നായികയും ഏതെങ്കിലും തരത്തിൽ ബാഹുകന് പരിചയമുണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് പിന്നീട് ജീവലൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെയും ജീവലൻ കഥയെ ബാഹുകനുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം ബാഹുകൻ്റെ സ്വന്തം കഥയാണെന്ന മട്ടിലാണ് ജീവലൻ പ്രതികരിക്കുന്നത്. എന്നാൽ ബാഹുകൻ മറ്റൊരാളുടെതെന്ന നിലയിൽ ഉറച്ചു നിന്നാണ് കഥ തുടരുന്നത്. അതുകൊണ്ട് കഥയിലെ നായകൻ അയാളല്ലാത്ത സ്ഥിതിക്ക് നായകനുമായി ബന്ധമുള്ളയാളായിരിക്കാം ബാഹുകനെന്ന് ജീവലൻ കരുതുകയാണ്. ഒരു മാനവൻ ആരാനോടും പറഞ്ഞു തൻ വ്യസനം എന്നാണല്ലോ. ആ പറഞ്ഞ മാനവൻ അല്ലെങ്കിൽ കേട്ട മറ്റേയാൾ, ആ ആരാൻ എന്ന് പറയുന്ന ആൾ, അയാളാവും ബാഹുകൻ എന്നായിരിക്കാം ഇപ്പോൾ ജീവലൻ ചിന്തിക്കുന്നത്. ബാഹുകൻ പറയുകയാണ്, അവൾ അവശം ഉറങ്ങുന്ന നേരം ആ അഭിനയവാനായ അവൻ എന്തു ചെയ്തു? അവളെ വിട്ട് ദൂരേക്ക് പോയി. അവന് അകലെയായപ്പോഴേക്കും വളരെ പശ്ചാത്താപം തോന്നി. ആ വനം അതീവ ഘോരമായിരുന്നു. അവളുടെ അഴൽ ഏറെയാകും. അല്പബുദ്ധിയായ അവന് അതായി വിചാരം. അത്ഭുതം തോന്നാം, എന്നാലും സാരമുള്ളത് തന്നെ എന്നിങ്ങനെ കഥ വീണ്ടും തുടരുകയാണ്. അതായത് മറ്റൊരാളുടെ കഥ, വിജനേപത എന്ന് പറയുന്ന ആ പറഞ്ഞ കഥ തൻ്റേതല്ല വേറൊരാളുടേതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബാഹുകൻ വീണ്ടും തുടരുകയാണ്. ഇതോടെ വിലാപത്തിൻ്റെ കാരണം ബാഹുകൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ജീവനൻ തത്വവിചാരം ചെയ്ത് ആശ്വസിപ്പിക്കുകയാണ്. ഞാനെന്നും എനിക്കുള്ളതെന്നും, സത്യത്തിൽ അത്ഭുതം തോന്നും. ഞാനെന്നും എനിക്കുള്ളതെന്നും അഭിമാനം എല്ലാവർക്കും തോന്നുന്നുള്ള ആ ഭാഗം. ഞാനെന്നും, അതായത് അഹംഭാവം, എൻ്റേതെന്നും മമതാബന്ധമാണ്. അഭിമാനമുള്ള എല്ലാവർക്കും തോന്നും. അത് മായയാണ്, അത് അമേയമാണ്, അതായത് അളക്കാനാവില്ല. അത് ശരീരമില്ലാതായാൽ പോലും ഉലകിൽ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൽ മായുന്നതുമില്ല. അതിന് യോഗികളുടെ ഉപദേശമാണ് രക്ഷോപായം. അതിക്ലേശകരമായ സംസാരബന്ധം, അതായത് പശുപാശം, നാശമില്ലാത്തത്, അതായത് ഗതനാശം ആണ്. ജഗദീശനെ ചിന്തിക്കുന്നവരാണ് ജനിമൃതിക്ഷയം അനുഭവിക്കുന്നവർ എന്നിങ്ങനെ വിശദീകരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ജീവനൻ അദ്വൈത സിദ്ധാന്തം, വേദാന്തം ഇത്രയും ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനെന്നും എനിക്കുള്ളതെന്നും തുടങ്ങുന്നത് ശാങ്കര അദ്വൈതമാണ് വാസ്തവത്തിൽ ഈ കുറച്ച് വരികളിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇവിടെ ബാഹുകൻ പലപ്പോഴും നിയതിവാദത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഫിലോസഫിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ ജീവലനാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ, കേരളത്തിൽ വന്നിട്ടുള്ള ഈ മീമാംസാ ദർശനത്തിൻ്റെയും അതേപോലെ തന്നെ നിയതിവാദത്തിൻ്റെ, പ്രത്യേകിച്ച് ആജീവികരണ നിയതിവാദത്തിൻ്റെയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ശങ്കരൻ്റെ അദ്വൈത വേദാന്തത്തിൻ്റെയും ഈ വിചാരധാരകൾ നളചരിതത്തിൽ ഈ രീതിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്നാം ദിവസത്തിൽ ഇങ്ങനെ അടക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും നളൻ പ്രച്ഛന്ന രൂപത്തിൽ സാകേതത്തിൽ കഴിയുന്ന കാലത്ത് വിദർഭയിൽ ഭീമൻ നളനെ അന്വേഷിക്കാനായിട്ട് ഭൂസുരരെ അയക്കുന്നു. അവർ തമ്മിലുള്ള അഭിപ്രായ അങ്ങനെ ആദ്യം ചെല്ലുന്ന ഒരാൾ പർണാദനാണ്. പർണാദനറിയാം, ഒരു ധനമോഹിയായ ബ്രാഹ്മണനാണ്. അയാൾ തിരിച്ചു വന്നിട്ട് ദമയന്തിയുടെ അടുത്ത് പറയുകയാണ്, താൻ അവിടെ പോയി ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ പോയി നീ പറഞ്ഞു വിട്ട ആ പ്രശ്നം ഞാനവിടെ അവതരിപ്പിച്ചു. അതായത് ദമയന്തി ചോദിച്ച പ്രശ്നം എന്താ വെച്ചാൽ, ആ അബലയായ ഒരു സ്ത്രീയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നീ എങ്ങോട്ടാണ് പോയത് എന്നുള്ള തരത്തിലുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഉത്തരം പറയുന്നത്, അത് പക്ഷേ വല്ലാത്തൊരു എന്താ പറയണ്ടേ, അത് പറയുമ്പോഴേക്കും ആ മൊഴി ഇതാണ്, പറഞ്ഞു വിടുന്നത് ഇതാണ്: രസഭംഗോദ്യതനാണ് നീ. പടഭംഗം ചെയ്തത് ഇരിക്കട്ടെ, അസ്തു, അതിന് ഖേദമില്ല. നീ എവിടെയെന്ന് ഏതുമറിയാഞ്ഞ് എൻ്റെ ആധി നിൽക്കുന്നില്ല. അല്ലയോ കിതവ, അല്ലയോ കപട, കള്ള, ചതിയ എന്നൊക്കെയാണ്. കിതവ, ഇനി എൻ്റെ ഭാവം ഇങ്ങനെയെന്നറിയുക. എന്താണ്? ഇനി പ്രാണധാരണം അല്ലെങ്കിൽ അസുനിയമം ഏതുവരെ, അതായത് യാവത് എന്ന് ഉറപ്പില്ല. ഇനിയുള്ള ജീവിതകാലത്ത് നിയമം, അതായത് ഏകപത്നീവ്രതം എന്ന് പറയുന്നൊരു നിയമം ഉണ്ടായിക്കോണമെന്നില്ല എന്നൊരു സൂചന ദമയന്തി പർണാദനോട് പറഞ്ഞു വിടുന്ന വാക്കുകളിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്രകാരമുള്ള വാക്കിന് ആരെങ്കിലും പ്രതിവാക്ക് ചൊല്ലുകയാണെങ്കിൽ അത് നിങ്ങൾ വന്ന് പറയണം എന്നാണ് പറഞ്ഞത്. ഇതിനാണ് ഈ പ്രച്ഛന്ന വേഷധാരിയായ ബാഹുകൻ. ഈ വാക്ക് പർണാദൻ ഋതുവർണ്ണ സദസ്സിൽ പറഞ്ഞു. അതിനുശേഷം പുറത്തേക്ക് പോകുന്ന വഴിക്ക് പുറകെ വന്നിട്ട് ഈ ബാഹുകൻ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, ചാരിത്രത്തിൻ്റെ പ്രാധാന്യം പറയുകയാണ്. ചാരുത്വമെഴും നിയമനിഷ്ഠയും നല്ല ചാരിത്രമെന്നുള്ളൊരു കോട്ടയും ചാരിത്രമെന്നുള്ളൊരു ചട്ടയും പാതിവൃത്യ പരമകാഷ്ഠയും കുലപാലികമാർക്ക് ഇതത്രയും നല്ലൊരു കോട്ടയും. ഇത് കൂടാതെ നളയുടെ 4-ാം ദിവസത്തിൽ ഈ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ് പറയുന്നത്: കുലവധൂനാം കോപമാകാ പലരിലെ ലോകസാക്ഷികൾ, ഉഭയഭുവന സുഖമല്ലയോ വന്നുകൂടുന്നത് ഇവർക്കുമേൽ. രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളാണ്. ഏതായാലും രണ്ടിനകത്തും ഉള്ളത് പാതിവൃത്യത്തിൻ്റെ പ്രാധാന്യമാണ്. നളൻ സ്വയം കുറ്റപ്പെടുത്തുന്നേയില്ല. പകരം എന്താണ്, പാതിവൃത്യം ഉണ്ടെങ്കിൽ ദമയന്തിക്ക്
കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടാണ് നളൻ സ്വയം കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളിലാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ നളൻ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തുന്നില്ല. കലിയോട് സംസാരിച്ചാലും ദമയന്തിയോട് സംസാരിച്ചാലും ഒക്കെ മറ്റുള്ളവരുടെ കുഴപ്പം അല്ലെങ്കിൽ കലിയുടെ കുഴപ്പം അല്ലെങ്കിൽ വിധിയുടെ പ്രശ്നം ഒക്കെ ആയിട്ടാണ് പറയുക. തന്നോട് സംസാരിക്കുമ്പോൾ മാത്രം അനവധി മമ പുനരപരാധം എന്നും അതിനിത്ത് സമുചിത മതിവാദം ആ രീതിയിൽ ഒക്കെ സംസാരിക്കുന്നത് തന്നോട് തന്നെ സംസാരിക്കുമ്പോഴേ ഉള്ളൂ, ബാക്കി പുറത്തേക്കതില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഈ പർണാദനെ കൊണ്ട് പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പർണാദനൊരു ധനമോഹിയാണ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും നിനക്ക് ഞാൻ ഇഷ്ടംപോലെ ധനം തരാമെന്ന് പറയുമ്പോഴേക്കും അതിനുള്ള വാതിൽ തുറക്കൂ എന്നാണ് പർണാദൻ മറുപടി പറയുന്നത്. അപ്പോൾ ആ ധനമോഹിയായിട്ടുള്ള ആളാണ്, അയാളെ വീണ്ടും വിനിയോഗിക്കാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാനുള്ളത്. അവിടെ തന്നെ ചേതിരാജ്യത്തു നിന്ന് കണ്ടെത്തിയ വളരെ ഉദാരശീലനായ മഹാമനസ്കനായ ആത്മാർത്ഥതയുള്ളവനായ സുദേവനെ തന്നെ വേണം വരുത്താൻ എന്ന് ദമയന്തി തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് സുദേവൻ വരുന്നത്. ഉചിതജ്ഞതയോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് പർണാദന് പറ്റില്ല, അത് പറ്റുന്നത് സുദേവനാണ് അല്ലേ. ആ രീതിയിലുള്ള ഒരു എന്തെല്ലാം സൂക്ഷ്മതകളാണ് ഇതിൽ അടക്കി വെച്ചിട്ടുള്ളതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ബാഹുകൻ സ്വന്തം ആത്മകഥകളിൽ തൻ്റെ വീഴ്ചകളെ സംബോധന ചെയ്യുന്നുണ്ട്. മറിമാങ്കണ്ണിയുടെ മറിവിന് ഉഗ്രം വാക്കാണ് മറിവ്. അതാണ് ഈ കഥയുടെ മുഴുവൻ. നളചരിതം 3-ാം ദിവസം നളചരിതം കഥ തന്നെ 2 വാക്കുകളിൽ ഒതുക്കുക. ഒന്ന് മറവ്, മറ്റൊന്ന് മറിവ്. ഒന്ന് മറവാണ്, ഇങ്ങനെ പ്രച്ഛന്ന വേഷത്തിലേക്ക് മാറുന്നതാണ്. മറ്റത് മറിവാണ്, ഇങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പകിട ഉരുട്ടുമ്പോഴേക്കും അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് ഒരാട്ടം കൂടി ഓർക്കുകയാണ്. കലാമണ്ഡലം കൃഷ്ണനാരാശാൻ ഈ 4-ാം ദിവസത്തിൽ ഈ ഋതുപർണന് വേണ്ടിയിട്ടുള്ള പാചകം നിർവഹിക്കുകയാണല്ലോ. അവിടെ വെച്ചിട്ട് പാത്രങ്ങൾ ഓരോന്ന് വെച്ച് ഇളക്കി വെക്കുന്നു, അതിലിങ്ങനെ കടുവ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ. അതെല്ലാം ചെയ്തതിന് ശേഷം മുമ്പിൽ വന്നിട്ട് ഈ പീഠത്തിലിരിക്കുകയാണ്. പീഠത്തിലിരുന്നിട്ട് ആത്മകഥം കഷ്ടം എനിക്ക് ഇപ്രകാരമൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ആത്മകഥം തുടങ്ങുകയാണ്. പണ്ട് ഞാൻ എൻ്റെ സഹോദരനുമായി ഈ ചൂത് കളിച്ച് എൻ്റെ രാജ്യം ധനം എല്ലാം, എന്നിട്ട് ആ ചൂത് കളിച്ചതായിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്തിട്ട് ഈ രീതിയിൽ വെച്ചിട്ട് പകിട ഇങ്ങനെ ഉരുട്ടുന്നതായിട്ട് കാണിച്ചിട്ട് പകിട ഇങ്ങനെ ഉരുളുന്നതായിട്ട് കൈകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് രാജ്യം ധനം തുടങ്ങിയിട്ടുള്ള എല്ലാം എന്നിട്ട് ഉരുണ്ട് പോയി എന്നാണ്. ഞെട്ടിപ്പോയി. കാരണം ഈ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി വരുന്നതിൻ്റെ ആ ഒരു അനുഭവം, ഈ പകിട ഉരുട്ടൽ എന്ന് പറയുന്നൊരു സംഗതി എത്രത്തോളം പ്രതീകവൽക്കരിച്ചാണ് അദ്ദേഹം, അല്ലെങ്കിൽ അതിനെ എന്തൊരു കാവ്യാത്മകമായ പ്രതീകമായിട്ടാണ് കൃഷ്ണനാരാശൻ അത് കണ്ടതെന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അത് ആ രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഏതായാലും ഇവിടെ ഈ ഒരുമയായി രമിച്ചിരുന്നൊരു മയാ അപരാധം അവശം ചെയ്യപ്പെട്ടതോർത്താൽ വിധിരം നിരതാൻ ചെയ്യുവാനോ എന്ന് ബാഹുകൻ ശങ്കിക്കുകയാണ്. കൂടാതെ അനവധി മമ പുനരപരാധം അതിനകത്ത് സമുചിത മതിവാദം എന്ന് പറയുകയും ചെയ്യുന്നു. ഞാനത് ഈ പറഞ്ഞ പോലെയാണ്. ഇത് ഈ ഇരിങ്ങാലക്കുട ക്ലബായതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ പ്രകടിതമഭിമതമൃദുപർണ ആ പദമുണ്ടല്ലോ, അത് ആ അവസാനം അഹിമകിരണനഥ ചരമഗിരി ശിരസി നിപതിതു എന്ന് പറഞ്ഞിട്ട് താളത്തിനേ അല്ലാത്ത രീതിയിലാണ് ആ പദം ഇന്ന് അവതരിപ്പിച്ച് വരാറുള്ളത്. വാസ്തവത്തിൽ ഉണ്ണായവാർ ഇതിനകത്ത് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ആളുകളാണ് വാസ്തവത്തിൽ ആ പദം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഞാനത് താളത്തിൽ തന്നെ ചൊല്ലി കേൾപ്പിക്കാം. അത് പ്രകടിതമഭിമതം പാടാനറിയാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ചൊല്ലുന്നില്ല. പ്രകടിതമഭിമതം ഋതുപർണ മധുമണി ഗുണഗണഹൃത കർണ മമ മതിഗതി പുനരീതി വണ്ണം അരുതന്നൂമില്ല ഇവനുടും തപസൂതൻ അണിമണി അഹമിഹ തപസൂതൻ അണിമണി രഥവരമധിരോഹ ഭജപുരം ധവരമധിരോഹ ഭജപുരം അഭിമതം അതിവേഗം മുന്ന. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അഭിമതം അതിവേഗം മുന്നം അഹിമകിരണനഥ ചരമഗിരിശിരസി നിപതിതു. അതായത് അഭിമതമതിവേഗം മുന്നമഹിമകിരണനഥ ചരമഗിരിശിരസി നിപതിതു. വളരെ അനായാസം താളത്തിൽ ഒതുക്കി ചൊല്ലാവുന്ന വരികളാണ്. പക്ഷേ ഞാനത് ബാബു നമ്പൂരിയോടും പിന്നെ ഹരീഷിനോടൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ കൂടി പറയുന്നുള്ളൂ. അതായത് ഉണ്ണായവാരുടെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. താളത്തിന് എഴുതി വെച്ചിട്ടുള്ള ഒരു പദം താളത്തിനല്ലാതെ ചിട്ടപ്പെടുത്തിയിട്ട് ഉണ്ണായവാരുടെ പദങ്ങൾ താളത്തിൽ ഒതുങ്ങില്ല എന്ന് പറയാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞ ഇതൊക്കെ അതിനകത്ത് ഒതുങ്ങാൻ താളത്തിന് തന്നെ ചൊല്ലാൻ പറ്റും. ഇത് തന്നെ ഒന്നുകൂടെ ചൊല്ലാം.
അഹമിഹ തവസൂതൻ അണിമണി അഹമിഹ തവസൂതൻ അണിമണി രഥവരമധിരോഹ ഭജപുരമഭിമതമതിവേഗം മുന്നമഹിമകിരണനഥചരമഗിരിശിരസി നിപതിതു. അങ്ങനെ കലാശിക്കുക, ഈസിയായിട്ട് പറ്റുന്ന കാര്യമുള്ളൂ. ഏതായാലും ദമയന്തിക്ക് പിന്നാലെ ഭാഷണേനും ഇതേപോലെ തന്നെ ബാഹുകൻ നളനാണോ എന്ന് സംശയം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ആരയ്യായി ബാഹുകൻ തുടങ്ങിയിട്ടുള്ള വരികളാണ് പിന്നീട് വരുന്നത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ടൊരു ഭാഗമുണ്ട്. ഈ അശ്വഹൃദയ മന്ത്രം കൊടുത്തിട്ട് അല്ലെങ്കിൽ അക്ഷഹൃദയം നേടുക. അശ്വഹൃദയം അപ്പം കൊടുക്കുന്നില്ല, എങ്കിലും അക്ഷഹൃദയ മന്ത്രം നളൻ അക്ഷഹൃദയ വിദ്യ അദ്ദേഹം നേടുകയാണ്. ഋതുപർണനിൽ നിന്ന് അക്ഷഹൃദയ വിദ്യ നേടുന്നതോടുകൂടി നളൻ്റെ ഭാഗധേയം വീണ്ടും മാറുകയാണ്. കാരണം നേരത്തെ ഈ പറഞ്ഞ പോലെയാണ്, കൃഷ്ണനാരാശാൻ്റെ ആട്ടത്തിൽ സൂചിപ്പിക്കുന്ന പോലെ വിധിയുടെ ഈ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന പകിട തന്നെ തൻ്റെ കയ്യിലെത്തിയതായിട്ട് തൻ്റെ തന്നെ ഭാഗ്യനിർഭാഗ്യങ്ങളെ, തൻ്റെ തന്നെ പ്രവൃത്തികളെ തൻ്റെ വരുതിയിലാക്കിക്കൊണ്ട്, തൻ്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് നളൻ ഇനി ബാക്കിയുള്ള സംഗതികളിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ അക്ഷഹൃദയത്തിൻ്റെ ആ ഒരു വിദ്യ ലഭിക്കുന്നതോടുകൂടി ഏതായാലും അവിടെ ഈ പറഞ്ഞ പോലെയാണ്, ഉണ്ണായവാരെ പോലൊരു ഈ ഗഹനതയെ ആഘോഷിക്കുന്ന ഒരു എഴുത്തുകാരനെ വേറെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ തന്നെ കലി പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതായത് കലി പുറത്തിയാടുകയാണ്. ദമയന്തിയുടെ ശാപം കൊണ്ട് അകത്ത ഒരു ഭൂതത്തിനാലേവം പരിഭൂതൻ മമകാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാം ദിവസത്തിലെ ആ ഭാഗത്തുണ്ടായിട്ടുള്ള ആ ശാപം ഏറ്റതുകൊണ്ട് ഒരു വിധത്തിലാണ് അകത്ത് കഴിഞ്ഞു കൂടുന്നത്. ആ സമയത്താണ് കാർക്കോടക ദംശനം കൂടി സംഭവിക്കുന്നത്. അതോടുകൂടി എരിപൊരി സഞ്ചാരം കൊണ്ട് കലി ഉള്ളിൽ കഴിഞ്ഞുകൂടുകയാണ്. അവസാനം ഈ പറഞ്ഞ അക്ഷഹൃദയ വിദ്യ കൂടി പഠിക്കുന്നതോടുകൂടി പുറത്തിയാടുകയല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല കലിക്ക്. കലി നേരെ പുറത്തിയാടുന്നു. പഞ്ചകാ നീ വരിക നേരെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ്. ഈ ഭാഗത്തുള്ള ചില പദങ്ങളുണ്ട്, ക്ലാസിക് എന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. അതും കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഏതായാലും എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഉജ്ജ്വല പ്രകാശം കൂടി ഏറ്റതോടെ, അല്ലെങ്കിൽ അക്ഷഹൃദയ വിദ്യയുടെ ഉജ്ജ്വല പ്രകാശം കൂടി ഏറ്റതോടെ അസഹ്യനായി നളനെ വിട്ട് കലി പുറത്തെയാടി. അവനെ നളൻ പിടികൂടി. നളൻ കലിയെ ഭർസിക്കുന്നു. നളനെ ചതിച്ചത് തീർച്ചയായും താനാണെന്ന് കലി ആദ്യം സമ്മതിക്കുന്നുണ്ട്. നിന്നെ ചതിച്ചത് നിയതം ഞാനെങ്കിലും എന്ന് നിന്ദിച്ചിടല്ല നീ എന്നെ എന്നാണ് പറയുന്നത്. ഇന്ദ്രൻ മുതലായവരെ നിന്ദിച്ച് ത്രൈലോക്യസുന്ദരിയായ ഭൈമിയെ പ്രണയിച്ചതുകൊണ്ടാണ് കലി നളനോട് ഇപ്രകാരം പ്രവർത്തിച്ചതെന്ന് പറയുന്നു. മനസ്സിലായല്ലോ, ഇന്ദ്രൻ ആഗ്രഹിച്ച ആ സ്വത്ത് കൈയടക്കിയതാണ് നിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച എന്നിവിടെ വീണ്ടും കലി സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ബിഗ് അതർ, ആ ഭീമ അപരം, അതിങ്ങനെ നളയരത്തിൻ്റെ അവസാനം വരെ നിൽക്കുന്നുണ്ട്. എന്നാൽ തുടർന്നുള്ള വരികളിൽ അവയെല്ലാം നളൻ്റെ തന്നെ ദോഷം ആണെന്നത് സ്വയം മറച്ചു പിടിച്ചാണ്, തൻ്റെ ചതി കൊണ്ടാണെന്ന് നളൻ വിചാരിക്കുന്നതെന്ന് കലി പറയുന്നു. അതാണ് വരികൾ ഞാൻ വായിക്കാം. കലി നളനോട് പറയുകയാണ്, ചൂതിൽ തോറ്റതും കാനനങ്ങളിൽ ഉഴന്നതും മനസ്സി കാമിനീമപി മറന്നതും കായ വൈകൃതമിയെന്നതും കിമപി കാളിമാ യശസി വന്നതും അന്യസേവന കർമ്മം തുടർന്നതും മന്യസേ മമ വഞ്ചനമെന്നതും നിന്ദുത ആത്മകൃത ദോഷ, സ്വന്തം ദോഷത്തെ മറച്ചു വെച്ചിട്ട് ഇതെല്ലാം എന്നിൽ ആരോപിക്കുകയാണോ എന്ന് കലി ചോദിക്കുകയാണ്. കലിയെ നമ്മൾ തിന്മയുടെ പ്രതീകമൊക്കെ ആക്കി വരുമ്പോഴേക്കുമാണ് ഈ തിന്മകളും കലിയും തമ്മിൽ അവിടെ വെച്ചിട്ട് വേർപെട്ട് നിൽക്കുന്നത്. കോംപ്ലിക്കേറ്റഡാണ് അവിടെ. അപ്പോൾ എന്നിട്ട് എന്താണ്, നിന്നുത ആത്മകൃത ദോഷ നരാധിപ, നിന്നോട് എന്തു ബധ ഞാൻ പറയേണ്ടത്? നീ വാസ്തവത്തിൽ അറിയാമല്ലോ എന്നിലാണ് ഈ കുറ്റം കൂടി ആരോപിക്കുന്നത്. ഞാൻ നിന്നെ ചതിച്ചു എന്ന്. നിന്നെ ചതിച്ച വേറെ ആരുമല്ല, നീ തന്നെയാണ്. നിൻ്റെ കാമം, നിൻ്റെ ക്രോധം, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിതിനകത്ത് ഒരു പങ്കാളിയേ അല്ല. ഈ പറഞ്ഞ പ്രതീകകൽപ്പനയിൽ നിന്ന് വേറിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ പ്രതീകമായിട്ട് നിൽക്കേണ്ട, പ്രതിനിധാനം ചെയ്യേണ്ട ആ കഥാപാത്രം എന്ത് ചെയ്തു? പ്രതിനിധാനങ്ങളെല്ലാം പൊളിച്ച് അത് പുറത്തെയാടുകയാണ് കലി ബാഹ്യ പുറത്തെയാടുന്നതുകൊണ്ട് അത് വേറൊരു കഥാപാത്രമായിട്ട് മാറുകയാണ്. ഈ പറഞ്ഞ പാപത്തിൻ്റെ ഒന്നും ഉത്തരവാദിത്വം കലിക്കില്ല. പിന്നെ നളന് സംഭവിച്ചതിനൊന്നും കാരണം താനല്ല എന്നും നളൻ്റെ തന്നെ ദോഷമാണ് എല്ലാം കാരണമായതും കലി തന്നെ പറയുന്ന ഈ ഭാഗത്തെ സങ്കീർണ അനുഭവം ആലോചിക്കുക. ഇവിടെ കലി പറയുന്നത് സത്യമോ അതോ മറ്റൊരു ചതിയോ? ഇതെന്താണ് ശരി? നമുക്കറിയാൻ പറ്റില്ല. കലിയാണ് വക്താവ് എന്നതിനാൽ രണ്ടുമാകാം, സത്യവുമാകാം അസത്യവുമാകാം. എന്തായാലും ബാഹുകൻ തൻ്റെ ദോഷം സമ്മതിക്കാതെ വീണ്ടും കലിയോട് കയർക്കുകയാണ്. അതോടെ കലി ക്ഷമായാചനം ചെയ്യുകയാണ്. ക്ഷമിക്ക വേണമേ അപരാധം. അറിയാലോ, ഈ ഒരു വിക്കറ്റ് ക്യാരക്ടറിൻ്റെ മുഴുവൻ സ്വഭാവങ്ങളും കലിയിലുണ്ട്. ശക്തിക്ഷയവാനോടോ വേണ്ടു വിരോധം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ശമിക്ക നിൻ കോപം ഭൂപ കലി ഞാൻ മലിനൻ ബലക്ഷയവാനെങ്കിലും ബലി ഞാൻ എന്നാണ് പറയുന്നത്. ബലക്ഷയവാനാണെങ്കിൽ പോലും ഞാൻ ബലിയാണ്.
ഇവിടെ ഷേക്സ്പിയറാണ് വാസ്തവത്തിൽ ഓർത്ത്. ഒഥല്ലോയിൽ ഈ ഇയാഗോ പറയുന്നുണ്ട്, ചോര ഇങ്ങനെ വാർന്നൊലിക്കുന്നെങ്കിലും ഒഥല്ലോയിൽ ഏറ്റവും വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്ന ഇയാഗോ ആണല്ലോ. ചോര ഇങ്ങനെ വാർന്നൊലിക്കുന്നെങ്കിലും ഞാൻ മരിച്ചിട്ടില്ല എന്നാണ്. ഇയാഗോ മരിക്കുന്നില്ല. ഒഥല്ലോ മരിക്കും, ഡെസ്റ്റിമോണ മരിക്കും, പക്ഷേ ഇയാഗോ മരിക്കില്ല. കലി ഇങ്ങനെ നിൽക്കും അടുത്ത യുഗങ്ങളിലേക്ക്. അതാണ്. ഏതായാലും ക്ഷമിക്ക വേണമേ അപരാധം എന്ന് പറഞ്ഞിട്ട് ഈ കലിയുടെ ഈ പദം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഈ ബലക്ഷയവാനെങ്കിലും ബലിഞ്ഞാൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ സങ്കീർണതയെ ബലപ്പെടുത്തുകയാണ്. നളൻ എന്നിട്ട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. കലി വീണ്ടും പറയുന്നു, പരപീഡനം എനിക്ക് വ്രതമെന്നറിയുക, പരിചഴും അധർമ്മം എൻ മതമേ. എൻ്റെ മതം ധർമ്മമല്ല. ധർമ്മമാണല്ലോ ബാക്കി എല്ലാ മതവും, ഇതങ്ങനെയല്ല. എൻ്റെ മതം അധർമ്മമാണ്. പരമിപ്പോൾ ദുശീലമെല്ലാം ഗതമേ, ഇനിമേൽ ഭവതാജ്ഞ കേട്ടിരിക്കുക നിശ്ചിതമേ. ഇനി ഞാൻ നിന്നെ അനുസരിച്ച് ജീവിച്ചോളാന്ന് പറയുകയാണ്. ബാഹുവിനെ എപ്പോൾ ചോദിക്കുകയാണ്, കണക്കിൽ ചതിച്ചത് നിനക്കിൽ എന്നുടെ മനസ്സിൽ വരും കോപം തണുക്കുമോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും കയർക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നോടുള്ള വൈരം കുറച്ച് ഞാൻ ജനത്തിനിനി നിൻ ബാധയരുതേ കെഞ്ചുന്നത് പോലെയാണ്. യഥാകാലം അഥവാ യഥാരുചി വിവൃത്തനാകിലും സുവൃത്തകാരികൾ ഒരുത്തരെയും ഉപദ്രവിക്കല എന്ന് ഒരു റിക്വസ്റ്റ് കലിയോട് വയ്ക്കുകയാണ്. കലി ആ സമയത്ത് പറയുന്ന മറുപടി ഇതാണ്, ബഹുമാനിയ ഞാൻ ആരെയും തൃണവൽ. ഒരുത്തനെ ഞാൻ ബഹുമാനിക്കുന്ന പ്രശ്നമില്ല. തദപി ബഹുമതം തവ ചരിതം ഗുണവൽ. എന്നാലും എന്താണ്, ഗുണമുള്ള നിൻ്റെ ചരിതത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങയുടെ നിയോഗം എനിക്കൊരു അങ്കുശം പോലെയായിരിക്കും. ഒരു തന്നെ നിയന്ത്രിക്കാനുള്ളൊരു തോട്ടിയായിട്ട് അത് പ്രവർത്തിക്കും. ഈ കലിയുടെ നളൻ്റെ വാക്കുകൾ. അതുകൊണ്ടാണ് കലിശമനൌഷധമാണല്ലോ നളകഥ. മേലാൽ നിൻ്റെ കീർത്തി മണി പോലെ തെളിഞ്ഞിരിക്കും എന്ന് കലി നളനോട് പറയുകയാണ്. കലി നളൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നളൻ കലിയെ ആജ്ഞാവശീകൃതനായിട്ട് വിട്ടയച്ചു. ഇതൊന്നും വാർഷ്ണേയനും ഋതുവർണ്ണനും അറിഞ്ഞില്ല. അവർ മൂവരും കൂടി വേഗത്തിൽ തേരോടിച്ച് കുണ്ഡനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള നിലയ്ക്കാണ് നളചരിതം 3-ാം ദിവസം അവസാനിക്കുന്നത്. നളനെ കലിയാണോ ചതിച്ചത്, അതോ താൻ തന്നെയോ? എന്തായാലും അക്ഷഹൃദയം ബാഹുകൻ നേടിയിട്ടുണ്ട്. ഒരു ചൂതുകളിയിലെ പകിടത്തിരിച്ചിലിൽ നഷ്ടമായതെല്ലാം മറ്റൊരു ചൂതുകളിയിലൂടെ നേടാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് 3-ാം ദിവസം അവസാനിക്കുന്നു. ആദ്യം പ്രതിബന്ധം സൃഷ്ടിച്ച ദേവന്മാർ പിന്നീട് നളനെ അനുഗ്രഹിച്ച് ജീവിത വിജയങ്ങൾക്കുള്ള വരങ്ങൾ നൽകുന്നു. അക്ഷങ്ങളെന്ന് സ്വയം വിശേഷിപ്പിച്ച കലിദ്വാപരന്മാരും ദേവന്മാരെ പോലെ തന്നെ നളൻ്റെ അഭ്യുദയത്തിനും കാരണമായി തീരുന്നു. ദേവന്മാർ ചെയ്യുന്ന അതേ ധർമ്മം തന്നെ കലിയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയാണ് നളചരിതം ഇത്രയും സങ്കീർണമായ ഒരു കഥയായി മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ദേവന്മാരും കലിയുമൊക്കെ ഭീമാപരങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഭീമാപരം, അല്ലെങ്കിൽ ബിഗ് അതർ എന്നുള്ള സ്പേസിൽ അങ്ങനെ അവിടെ ആ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും തോന്നുന്നത്. നളചരിതത്തിലെ ഇത്തരത്തിലുള്ള അതീത കഥാപാത്രങ്ങളെല്ലാം നളൻ്റെ തന്നെ മാനസ സൃഷ്ടികളാകുന്നു എന്ന് അർത്ഥം. നമസ്കാരം. സുഹൃത്തുക്കളെ, നളചരിതം കഥ പാശ്ചാത്യ മനഃശാസ്ത്രം, നളോപാഖ്യാനം തുടങ്ങിയ കഥകളുമായി താരതമ്യം ചെയ്ത് നളചരിതം പൂർണ്ണമായും ഒരു മനഃശാസ്ത്ര അവലോകനം നടത്തി, പ്രത്യേകിച്ച് 3-ാം ദിവസത്തെ നളൻ്റെ അവതരണത്തെക്കുറിച്ചും വിശദമായ ഒരു പ്രസംഗം നടത്തിയ ശ്രീ മനോജ് കുറൂർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. 3-ാം തലമുറയിലെ കേമൻ എന്ന് വിശേഷിപ്പിക്കേണ്ട മനോജിന് ക്ലബിൻ്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് സുവർണ മുദ്ര നൽകി ആദരിക്കുന്നതിന് ശ്രീ അനിയൻ മംഗലശ്ശേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് ശ്രീ മനോജിനെയും ക്ഷണിക്കുന്നു.